ഹലോ ഗായ്സ്, ഇറ്റ്സ് ക്രേസി വർം. നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് 9 SS1 പാർട്ട് 2 ടെക്സ്റ്റ് ആയി കേട്ടോ. അതിൽ 6ാമത്തെ ചാപ്റ്റർ പഠിക്കാം, ചോളനാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് 1 ആണ് ഇത്. ഫസ്റ്റ് പാർട്ടിനകത്ത് നമ്മൾ ചോളനാട്ടിൻ്റെ കാര്യം പഠിക്കും, അതായത് നമ്മുടെ തെക്കേ ഇന്ത്യ ആ ഏരിയയിലുള്ളത് പഠിക്കും. പിന്നെ നമ്മൾ ഡൽഹിയിലോട്ട് പോകും. ഓക്കെ, ഈ ടെക്സ്റ്റിൽ എനിക്കൊന്നും ഡൽഹിയെ പറ്റിയൊന്നും അങ്ങനെ വലുതായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഡൽഹി സൽത്തനത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടായിരിക്കും ഇവർ താഴേന്ന് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യം നമ്മൾ തെക്ക് ഭാഗത്തേക്ക് പറയും, പിന്നെ ഡൽഹി സൽത്തനറ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? വടക്ക് ഭാഗത്താണ്. സോ അങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ്, അതായത് ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ടെക്സ്റ്റ് ആണ്. സെക്കൻഡ് ടെക്സ്റ്റിനകത്ത് 3 ചാപ്റ്ററാണ് ഉള്ളത്. അതായത് ആദ്യത്തെ ചോളനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക്, പിന്നെ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ, പിന്നെ ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക്, അങ്ങനെ ഒരു 3 ചാപ്റ്ററാണ് ഇത് ഉള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ഇത് നമ്മൾ നോക്കുന്നത്. ഏതാണ്? ചോളനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക്. അപ്പോൾ ഇതിന് മുമ്പത്തെ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഒരുപാട് കണ്ടന്റ് ഉള്ളൊരു ചാപ്റ്ററൊന്നും അല്ലായിരുന്നു. പക്ഷേ ബേസിക് ആയിട്ടുള്ള ജനസംഖ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പഠിച്ചത്. ഓർമ്മയുണ്ടോ? ഈ ലോകത്തിൻ്റെ ജനസംഖ്യ എത്രയായിരുന്നു? എത്രയായിരുന്നു കണക്കനുസരിച്ച്? ഒരു 804.5 കോടിയായിരുന്നു എന്ത് ലോക ജനസംഖ്യ. നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യ എത്രയായിരുന്നു? അത് 142.86 കോടിയായിരുന്നു. ഓക്കെ, അങ്ങനെ കുറേ കണക്കുകളായിരുന്നു മെയിനായിട്ട് പറഞ്ഞത്. നമ്മൾ എന്താണ് ജനസംഖ്യാശാസ്ത്രം? ജനസംഖ്യാശാസ്ത്രത്തിനെ തന്നെ അവർ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ്? സാമൂഹിക ജനസംഖ്യാശാസ്ത്രമെന്നും അതുപോലെ തന്നെ ഔദ്യോഗിക ജനസംഖ്യാശാസ്ത്രമെന്ന് പറഞ്ഞു. ഈ ഔദ്യോഗിക ജനസംഖ്യാശാസ്ത്രത്തിലാണ് കൂടുതലായിട്ട് എന്ത് വരുന്നത്? ഡേറ്റ കളക്ഷനും ദത്തശേഖരണം എന്ന് പറഞ്ഞാൽ ഡേറ്റ കളക്ഷൻ. ആ ഡേറ്റയുടെ ബേസിസിൽ എന്ത് ചെയ്യുന്നു? ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ജനനനിരക്ക് എത്രയാണ്? മരണനിരക്ക് എത്രയാണ്? അവിടെയുള്ള ആശ്രിതരുടെ എണ്ണം എത്രയാണ്? അവിടെ ജോലി ചെയ്യുന്ന വിഭവത്തിൻ്റെ എണ്ണം എത്രയാണ്? അങ്ങനെയൊക്കെ ഉള്ള പല കണക്കുകൾ നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ഈ പറയുന്ന ജനസംഖ്യാശാസ്ത്രം എന്തൊക്കെ സൂചകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുറേ കാര്യം പറഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. കുടിയേറ്റം ഉണ്ടായിരുന്നു, പിന്നെ എന്തുവായിരുന്നു? ജനന നിരക്ക്, മരണനിരക്ക്, ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക്, അതുപോലെ തന്നെ ജനസാന്ദ്രത, സ്ത്രീ പുരുഷ അനുപാതം, അതുപോലെ ആയുർദൈർഘ്യം, പ്രായഘടനയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 ഘടനയാണ് പറയുന്നത്. കുട്ടികൾ, മുതിർന്നവർ, പിന്നെ പ്രായമായവർ. അങ്ങനെ കുട്ടികളെന്ന് പറയുമ്പോൾ 15 വയസ്സിന് താഴെയുള്ളത്, 15 തൊട്ട് ഒരു 60 വയസ്സ് വരെ ഉള്ളവരെ നമ്മൾ യുവാക്കളെന്ന് വിളിക്കും. അത് കഴിഞ്ഞിട്ട് 60 വയസ്സിന് മുകളിലുള്ളവരെ നമ്മൾ വാർദ്ധക്യം ബാധിച്ചവർ, അല്ലെങ്കിൽ വയസ്സായവർ, അല്ലെങ്കിൽ വൃദ്ധരെന്നൊക്കെ വിളിക്കും. അതിൽ ഈ ജോലി ചെയ്യുന്നത് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഏകദേശം 15 തൊട്ട് ഒരു 64 വരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്ന കാറ്റഗറി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. കുറച്ച് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു. പിന്നെ ദേശീയ ജനസംഖ്യാ നയം, ഒരു 1976 ഒരു നയത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആശ്രിതരുടെ കാര്യം പറഞ്ഞു. അങ്ങനെ കുറേ കണക്കുകളായിരുന്നു. സ്ത്രീ പുരുഷ അനുപാതം കേരളത്തിലാണെങ്കിൽ 1084 സ്ത്രീകളാണ് 1000 പുരുഷന്മാർക്കുള്ളത്. ഇന്ത്യയുടെ കണക്കിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങൾ പറഞ്ഞു. നമ്മൾ ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ ഇന്ത്യയിലെ പ്രദേശം. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞങ്ങ് പോയി. അങ്ങനെ കുറേ കണക്കുകളുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഡൗട്ട് ഉള്ളവർ ഒന്നുകൂടെ പോയി എന്ത് ചെയ്യുക? റീവൈസ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് എങ്ങോട്ട് പോവാം? ചോളനാട്ടിലോട്ട് പോവാം. എന്തുവാണ്? ചോളനാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക്. എന്താ എഴുതി വെച്ചേക്കുന്നത്? നികുതി ഒടുക്കേണ്ട ഭൂമി രാജകേസരി എന്ന ആദവല്ലവന്റെ പേരിൽ വിളിക്കുന്നതായ മരക്കാല് കൊണ്ട് അളന്ന് നെല്ലായും കൂടാതെ സ്വർണമായും കാശായും നികുതി അടയ്ക്കേണ്ടതും അരുൾമൊഴി ദേവ വളനാട് എന്നുകൂടി അറിയപ്പെടുന്ന തെൻകടുവായിലെ ഇങ്കനാട്ടിലുള്ള പാലയൂർ ഗ്രാമം ജൈനക്ഷേത്രവും ഗുരുക്കന്മാരും ഉൾപ്പെടുന്നതാണ്. 12530 കലവും 2 തൂണിയും 1 കുറുണിയും 1 നാഴിയും നെല്ല് ഒരു രാജകേസരിയുടെ പേരിലുള്ള മരക്കാല് കൊണ്ട് അളന്ന് നികുതിയായി ഒടുക്കേണ്ടതാണ്. അതായത് എന്തോ നികുതി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റാണ് എന്ത് ചെയ്തേക്കുന്നത്? പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കി വായിച്ചു നോക്കാം എന്താണെന്നുള്ളത്. എന്ത് നികുതിയാണ്, ആരുമായിട്ട് ബന്ധപ്പെട്ട നികുതിയാണെന്നൊക്കെ നോക്കാം. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ 2ാം നിലയിലെ തെക്കേ ഭിത്തിയിൽ കാണപ്പെടുന്ന രാജരാജ ചോളൻ്റെ ലിഖിതത്തിലെ ഏതാനും ഭാഗങ്ങളാണ് മുകളിൽ തന്നിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. അപ്പം രാജരാജ ചോളൻ്റെ ലിഖിതമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നികുതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. രാജാവിൻ്റെ പേരിലുള്ള മരക്കാല് കൊണ്ട്, അഥവാ അളവ് പാത്രത്തെയാണ് ഈ മരക്കാലെന്ന് പറയുന്നത്. അളവ് പാത്രം കൊണ്ട് അളന്ന് നെല്ലായും സ്വർണമായും കാശായും നികുതി അടയ്ക്കേണ്ടതാണ്
എന്താണ്? അപ്പം നെല്ലായിട്ടുള്ള നികുതി കൊടുക്കണം, പിന്നെ സ്വർണ്ണമായിട്ടുള്ള നികുതി കൊടുക്കണം, പിന്നെ എന്താണ്? കാശായിട്ടും എന്ത് കൊടുക്കണം? നികുതി അടയ്ക്കേണ്ടതാണ്. എന്തിലളന്ന്? ആ പറയുന്ന രാജാവിൻ്റെ പേരിലുള്ള മരക്കാല് കൊണ്ട് അല്ലെങ്കിൽ അളവ് പാത്രത്തിൽ അളന്നാണ് നികുതി കൊടുക്കേണ്ടത്. ഇനി തെൻകടുവായ് പ്രദേശത്തിൻ്റെ ഭാഗമായ ഇങ്കനാട്ടിലെ പാലയൂർ ഗ്രാമത്തിൽ അളന്നതു പ്രകാരം ഇത്രയും സ്ഥലത്ത് ജൈന ക്ഷേത്രവും ജൈന ഗുരുക്കന്മാരുടെ സമൂഹവും ഉൾപ്പെടുന്നു. ഏതാണ്? തെൻകടുവായ് പ്രദേശത്തിൻ്റെ ഭാഗമായ ഇങ്കനാട്ടിലെ പാലയൂർ ഗ്രാമത്തിൽ അളന്നത് പ്രകാരം. അപ്പോൾ ഇവർ ഏതോ ഒരു റീജിയൻ അളന്ന് പറയുന്നതാണ് കേട്ടോ. ആ പ്രകാരം എന്താണ്? ഇത്രയും സ്ഥലത്ത് ജൈനക്ഷേത്രവും ജൈന ഗുരുക്കന്മാരുടെ സമൂഹവും ഉൾപ്പെടുന്നു. ആ ഏരിയക്കകത്ത് ആരാണ് താമസിക്കുന്നത്? ജൈനക്ഷേത്രവും ജൈന ഗുരുക്കന്മാരും ഒക്കെയാണ് എന്ത് ചെയ്തേക്കുന്നത്? താമസിക്കുന്നത്. നമുക്ക് ഇതിനു മുമ്പുള്ള ഏതോ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഈ ഭൂമി ദാനം കൊടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു, ഭൂദാന സമ്പ്രദായത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുത്തതങ്ങാണമായിരിക്കും ഇത്. ഓക്കെ, സമൂഹം ഉൾപ്പെടുന്നു. 12,530 കലവും 2 തൂണിയും 1 കുറുണിയും, അതായത് ധാന്യം അളക്കാനുള്ള അളവിൻ്റെ പേരുകളാണ് എന്ത് ഈ പറഞ്ഞേക്കുന്നത്. 12,530 കലവും 2 തൂണിയും 1 കുറുണിയും 1 നാഴിയും അളവിൽ നെല്ലാണ് ഇവിടെ നിന്നും ലഭിക്കേണ്ടത്. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് രാജാവിന് കൊടുക്കേണ്ടതിൻ്റെ എമൗണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 12,530 കലവും 2 തൂണിയും 1 കുറുണിയും പിന്നെ 1 നാഴിയും അളവിൽ നെല്ലാണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യേണ്ടത്? ലഭിക്കേണ്ടത്. ഇത് അളക്കേണ്ടത് രാജകേസരിയായ ആദവല്ലൻ്റെ രാജരാജ ചോളൻ പേരിൽ വിളിക്കപ്പെടുന്ന മരക്കാൽ കൊണ്ടാണ്. ഇതെല്ലാം അളക്കുന്ന അളവുകോൽ എന്താണ്? ഈ പറയുന്ന രാജരാജ ചോളൻ്റെ പേരിലുള്ള മരക്കാല് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തി എടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അന്നത്തെ അളവ് സമ്പ്രദായം വെച്ചിട്ടാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി CE 9-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ചോളന്മാരുടെ രാജ്യത്തെക്കുറിച്ചാണ് ഈ ലിഖിതങ്ങളിൽ വിവരിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നേ കാലഘട്ടം? CE 9 മുതൽ CE 13 വരെയാണ് ആര് ഭരണം നടത്തിയിരുന്നത്? ദക്ഷിണേന്ത്യയിൽ ചോളന്മാർ ഭരണം നടത്തിയിരുന്നത്. എവിടെയാണ്? ദക്ഷിണേന്ത്യയിലാണ്. ദക്ഷിണേന്ത്യയിൽ ചോളന്മാരുടെ ഭരണം CE 9 മുതൽ 13 വരെ ആയിരുന്നു. അപ്പോൾ അവരുടെ ഭരണരീതി എങ്ങനെയായിരുന്നു? അവർ നികുതി എങ്ങനെയാണ് ഒടുക്കിയിരുന്നത് എന്നാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ചോളരാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത് അല്ലേ. ഇത്രയും പണം ആർക്കാണ് കൊടുക്കുന്നത്? രാജാവിനാണ് നികുതിയായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ രാജ്യമല്ലേ വളരുന്നത്. അപ്പോൾ ചോളരാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ പറയുന്ന വിവരണത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, പിന്നെന്തോ പറഞ്ഞേക്കുന്നത്? തഞ്ചാവൂരിന് ചുറ്റുമുള്ള ചോളമണ്ഡലമായിരുന്നു അവരുടെ ആസ്ഥാനം. അപ്പോൾ ആരുടെ ആസ്ഥാനത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ചോളന്മാരുടെ കാര്യമാണ് പറയുന്നത്. തഞ്ചാവൂരിന് ചുറ്റുമുള്ള, തഞ്ചാവൂർ ഉണ്ടോ? തഞ്ചാവൂർ കാണിച്ചിട്ടില്ലല്ലോ ഇവിടെ. തഞ്ചാവൂർ കണ്ടുപിടിക്കാം. വെയിറ്റ്, ബാക്കിയുടെ വായിച്ചോക്കിട്ട് കണ്ടുപിടിക്കാം. തഞ്ചാവൂരിന് ചുറ്റുമുള്ള ചോളമണ്ഡലമായിരുന്നു അവരുടെ ആസ്ഥാനം. തഞ്ചാവൂരിന് ചുറ്റുമുള്ള ചോളമണ്ഡലം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ചോളമണ്ഡലം എന്ന് പറഞ്ഞു കൊടുത്തേക്കും. ചോളപുരമാണല്ലേ കൊടുത്തേക്കുന്ന, മണ്ഡലമല്ല. ഓക്കെ, നമുക്ക് തപ്പാം. അവരുടെ ആസ്ഥാനം. നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ട പല്ലവന്മാരിൽ നിന്നുമാണ് രാജാക്കന്മാർ അധികാരം പിടിച്ചെടുക്കുന്നത്. നമ്മൾ പല്ലവന്മാരുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്നാണ് ആര് അധികാരം പിടിച്ചെടുക്കുന്നത്? ഈ പറയുന്ന ചോള രാജാക്കന്മാർ അധികാരം പിടിച്ചെടുക്കുന്നത്. അക്കാലത്ത് ദക്ഷിണേന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ചോള രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. സാമൂഹിക സാമ്പത്തിക രംഗത്ത് സ്ഥിരത കൈവരിക്കാൻ ഇത് സഹായകമായി. അപ്പോൾ എന്ത് ചെയ്തടെ ഇവർ? ചോളന്മാർ പല്ലവന്മാരിൽ നിന്നുമാണ് ഈ പ്രദേശങ്ങൾ പിടിച്ചെടുത്തത്. അക്കാലത്ത് ദക്ഷിണേന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ആരുടെ കയ്യിലായിരുന്നു? ഈ ചോള രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. സാമൂഹിക സാമ്പത്തിക രംഗത്ത് സ്ഥിരത കൈവരിക്കുക, അതായത് അധീനതയിലുള്ള പ്രദേശങ്ങളുടെ അളവ് കൂടുമ്പോൾ എന്ത് കൂടുകൂടെ? ഇവരുടെ സാമൂഹിക സാമ്പത്തിക രംഗത്തുള്ള സ്ഥിരത എന്ത് ചെയ്യും? ഉണ്ടാകും. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം അത്രയും പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്നും നികുതി ഇവർ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ആ നികുതി വരുമാനം കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ആ രാജാവും അല്ലെങ്കിൽ ആ ഒരു രാജകുടുംബമൊക്കെ എന്ത് ചെയ്യും? സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട നിലയിലോട്ട് എത്തും. ഓക്കെ, ഇനി എന്താ എഴുതിക്കുന്നത്? വന്നിട്ടുള്ള ഭൂപടം നിരീക്ഷിച്ച് ഇന്നത്തെ ദക്ഷിണേന്ത്യയിലെ ഏതെല്ലാം പ്രദേശങ്ങൾ ചോള രാജ്യത്തിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടിരുന്നു കണ്ടെത്താം. ചോള രാജ്യം ഏതൊക്കെയാണ്? ഇവിടെ കൊടുത്തേക്കുന്നത് കാഞ്ചീപുരം ഉണ്ട്, അതേപോലെ ഗംഗൈകൊണ്ട ഉണ്ട്, ചോളപുരം കൊടുത്തിട്ടുണ്ട്. ഗംഗൈകൊണ്ട ഇതാണ്, ഇത് ചോളപുരം. ഒരു കുത്തുകൂടെ കാണണമല്ലോ. ഇപ്പോൾ ചോളപുരം എന്ന് പറഞ്ഞൊരു സാധനം മാർക്കിയിട്ടുണ്ട്. പിന്നെ നാഗപട്ടണം ഉണ്ട്, മധുരയുണ്ട്. ഇതൊക്കെയാണ് ചോള രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് നമ്മുടെ കേരളം അതിൽ ഉൾപ്പെടില്ലേ? കേരളം വരും, നമ്മുടെ തമിഴ്നാട് വരും, ആന്ധ്രാപ്രദേശ് വരും, തെലങ്കാനയുടെ കുറച്ച് ഭാഗം വരും. ഇതേതായിരുന്നു? ഇത് കർണാടകയാണെന്ന് തോന്നുന്നു. കർണാടകയുടെയും കുറച്ച് ഭാഗം വരും. നമുക്ക് അഡീഷണൽ വല്ലതും ഉണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വരാം.
മധുരൈ ഇവിടെ ആയിട്ട് വരും. പിന്നെ എന്തുവാണ്, പോണ്ടിച്ചേരി, കാഞ്ചീപുരം, വെല്ലൂർ, 2200 അല്ലേ, അപ്പോൾ 1900 അങ്ങോട്ട് കേൾക്കാം. സേലം, പുതുച്ചേരി, കാഞ്ചീപുരം, നെല്ലൂർ, തിരുപ്പാച്ചി, തഞ്ചാവൂർ, മധുരൈ. ഏകദേശം വരുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞത് തന്നെ. ചോള എംപയർ വരുന്ന സമയം 900 to 1300 എങ്ങാണ്ടാണ്. ഓക്കെ, അതാണ് ആ 9ാം നൂറ്റാണ്ട് ടു 13ാം നൂറ്റാണ്ട് വരെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലോ. എവിടെയാണ് കേരളത്തിൻ്റെ പോർഷൻ വരുന്നുണ്ട്, തമിഴ്നാട് വരുന്നുണ്ട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാനയുടെ കുറച്ച് ഭാഗം, കർണാടകയുടെ കുറച്ച് ഭാഗവും വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇതെന്ത് എഴുതിക്കുന്നത് ഇവിടെ? ഇതിനകത്തുള്ള പ്രദേശങ്ങളൊക്കെ എടുത്ത് എഴുതാനാണ്, ഏതൊക്കെ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നു എന്നുള്ളത്. ഏതൊക്കെയാണ്? കാഞ്ചീപുരം ഉണ്ട്, ഗംഗൈക്കൊണ്ട ഉണ്ട്, പിന്നെ എന്താണ്, ചോളപുരം, നാഗപട്ടണം, മധുര. ഓക്കെ, നമുക്ക് ബാക്കി വെച്ച് നോക്കാം. ചോള രാജ്യത്തിൻ്റെ സമ്പദ് സമൃദ്ധിക്ക് ഏറ്റവും സഹായകമായ നദി ഏതായിരുന്നുവെന്ന് ഭൂപടത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമോ? എവിടെ ഭൂപടത്തിൽ ഏത് നദിയുണ്ട്? ഏതെങ്കിലും നദി ഉണ്ടോ? കാവേരിയെ കാണുന്നുണ്ടോ? താണ്ട പോകുന്നുണ്ടോ കാവേരി? അപ്പോൾ കാവേരി എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്? ഈ ചോള സാമ്രാജ്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു നദിയാണ് കാവേരിയുടെ കാര്യം നമ്മൾ വേറെ ഇവിടെ പഠിച്ചടേ. കാവേരി ഒരു ഉപദ്വീപീയ നദിയാണെന്നും പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അത് ഇങ്ങോട്ട് പടിഞ്ഞാറോട്ടൊഴുകുന്ന കിഴക്കോട്ടൊഴുകുന്ന നദിയുടെ ഗ്രൂപ്പിൽ അങ്ങനെയാണ് വരുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങോട്ട് നോക്കാം. ചോള രാജ്യത്തിൻ്റെ സമ്പദ് സമൃദ്ധിക്ക് സഹായകമായ നദി ഏതായിരുന്നു? കാവേരി ആയിരുന്നു. ഒരു നദി എങ്ങനെയെല്ലാം ആയിരിക്കും നാടിൻ്റെ പുരോഗതിക്ക് സഹായകമാകുക? എങ്ങനെയായിരിക്കും? ആ നദി വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ എന്ത് ചെയ്യുന്നു? ആ നദീതടങ്ങളിൽ നിക്ഷേപിക്കുന്നു. ആ നദീതടങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇവിടെ? കൃഷി നല്ല രീതിക്ക് നടക്കും. കാരണം എക്കൽ സമതലങ്ങളാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണായിരിക്കും. നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം? കൃഷി ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടെത്തിയതുപോലെ കാവേരി നദിയുടെ താഴ്വരത്താണ് ചോള രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന നദിയുടെ അവസാദങ്ങൾ അടിഞ്ഞുകൂടിയ താഴ്വര പ്രദേശത്താണ് നമ്മുടെ ചോള രാജ്യം എന്ത് ചെയ്ത് നിൽക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ചോള രാജ്യത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ചോളപുരം എന്നല്ലേ പറഞ്ഞത് നേരത്തെ. എവിടെയായിരുന്നു? ചോളമണ്ഡലം എന്ന് പറയുന്നത് തഞ്ചാവൂരിന് ചുറ്റുമുള്ള ചോളമണ്ഡലമായിരുന്നു ചോളന്മാരുടെ എന്തെന്ന് പറയുന്നത് ആസ്ഥാനം എന്ന് പറയുന്നത്, ചോളമണ്ഡലമേ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. അപ്പോൾ ഈ പറയുന്ന കാവേരിയുടെ താഴ്വാര പ്രദേശത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ പറയുന്ന ചോള രാജ്യം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ആ പ്രദേശം വിഭവസമൃദ്ധമായിരുന്നു. ആ പ്രദേശം വളരെ വിഭവസമൃദ്ധമാണ്. നമുക്കറിയാമല്ലോ, നദീതീരമാണെങ്കിൽ അത് എന്തുമായിരിക്കും? എക്കൽ മണ്ണാൽ സമൃദ്ധമായിരിക്കും, വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു പ്രദേശമായിരിക്കും. ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? കൃഷിയായതിനാൽ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ കൃഷി ആധാരമാക്കിയുള്ള ഒരു ജീവിതശൈലിയാണ് അവർക്കുണ്ടായിരുന്നത്. അവർ ഗ്രാമങ്ങളിലാണ് എന്തിരുന്നത്? താമസിച്ചിരുന്നത്. അവിടെ അവർ ഭക്ഷ്യധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ്, വെറ്റില, അടയ്ക്ക, ഇഞ്ചി, മഞ്ഞൾ, വിവിധതരം പൂക്കൾ എന്നിവ കൃഷി ചെയ്തു. അപ്പോൾ കൃഷിക്ക് അനുയോജ്യമായ ഒരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? കൃഷി ചെയ്യാം. ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്, പയർവർഗ്ഗങ്ങളുണ്ട്, കരിമ്പ്, വെറ്റില, അടയ്ക്ക, ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ അവരെന്ത് ചെയ്തു? അവിടെ കൃഷി ചെയ്തു. കൃഷിക്ക് ജലസേചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഭരണാധികാരികൾ വ്യത്യസ്തങ്ങളായ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. ഇത് നമ്മൾ പല കിങ്ഡംസ് എടുത്ത് നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും. ഇവർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രദേശമാണെങ്കിൽ അവിടെ ജലലഭ്യത ഇല്ല എങ്കിൽ ഇവരെന്ത് ചെയ്യും? പല രീതിക്ക് രാജാവിൻ്റെ നേതൃത്വത്തിലും അല്ലെങ്കിൽ അവരുടെ ആ ഏരിയയുടെ അധിപൻ ആരാണോ അയാളുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യും? ജലസേചന മാർഗങ്ങൾ അവർക്ക് പ്രാപ്യമാക്കി കൊടുക്കും. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും? നമ്മൾ ഒരുപാട് കൃഷി ചെയ്ത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നീടാണ് ആ ഒരു സെറ്റിൽമെൻറ്റ് മാറി വരുന്നതെന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പുള്ള ഒരു ചാപ്റ്ററിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭൂദാനം കിട്ടിയ സ്ഥലങ്ങളിൽ അവരെ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും ഈ ചോള രാജ്യത്തും അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് ജലസേചനം കൃഷിക്ക് അനുയോജ്യമായ പ്രദേശമാണ്. സോ ജലസേചനത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? വേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അവയിൽ കുളങ്ങൾ, ജലസംഭരണികൾ, കനാലുകൾ, കിണറുകൾ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ രാജാവ് എന്ത് ചെയ്യും? കുളം കുത്തി കൊടുക്കുകയും ജലസംഭരണികൾ ഉണ്ടാക്കി കൊടുക്കുകയും കനാലുകൾ നിർമ്മിക്കുകയും കിണറുകൾ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആർക്കാണ്? ഈ സാധാരണക്കാർക്കായ ജനങ്ങൾക്ക് കൃഷിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ് എന്നിട്ട് എന്തോ പറഞ്ഞേക്കുന്നത്? ഇതിന് പുറമെ
നദികൾക്ക് കുറുകെ തടയണ കെട്ടി വെള്ളം തടഞ്ഞ ശേഷം ആ ജലസംഭരണിയിൽ നിന്നും ചാലുകൾ കീറി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു. അപ്പോൾ ജലസേചന സംവിധാനത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്, അവർ ആ വലിയ നദി, അതായത് ഇവിടെ ഉള്ള നദി ഇപ്പോൾ കാവേരിയാണ്, അതിന് കുറുകെ എന്ത് ചെയ്തിട്ടുണ്ട്, തടയണയൊക്കെ കെട്ടിയിട്ട് വെള്ളം തടഞ്ഞ ശേഷം ആ ജലസംഭരണിയിൽ നിന്നും ചാലുകൾ കീറി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു. പ്രകൃതിദത്തമായ അരുവികൾ ഇല്ലാത്തിടത്ത് ഭീമാകാരങ്ങളായ കുളങ്ങൾ കെട്ടി അവയിൽ മഴക്കാലത്ത് വെള്ളം സംഭരിച്ചു. അപ്പം ഒരു സ്ഥലത്തും, അതായത് അരുവിയൊന്നും ഇല്ലാത്ത പ്രദേശത്താണെങ്കിൽ എന്ത് ചെയ്യുന്നു, അവിടെ അവർ എന്തുവാണ് വലിയ കുളങ്ങൾ കെട്ടിവെച്ചിട്ട് ആ മഴക്കാലത്ത് വരുന്ന വെള്ളമെല്ലാം എന്ത് ചെയ്തു, ഈ കുളങ്ങളിൽ സംഭരിച്ചു. വെള്ളം വറ്റിപ്പോകാതെ സംരക്ഷിക്കപ്പെട്ട ഇത്തരം സംഭരണികൾ ഏരിപ്പട്ടി എന്നറിയപ്പെട്ടു. അപ്പോൾ ഏരിപ്പട്ടി എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്, ഈ തരത്തിൽ വലിയ കുളങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഈ കുളങ്ങൾ എന്തിനു വേണ്ടിയാണ് നിർമ്മിക്കുന്നത്, അവിടെ മഴവെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ കുളങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം വറ്റിപ്പോകാതെ സംരക്ഷിക്കപ്പെടണം. ഓക്കെ, ഇത് വറ്റിപ്പോകരുത്, പോവാതെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം സംഭരണികൾ ജലസംഭരണികളാണ്. അതിനെ പറയുന്ന പേരാണെന്ത്, ഏരിപ്പട്ടി എന്നറിയപ്പെടുന്നു. ഇത് ചോള രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേമാണ്. ഇനി മാത്രമല്ല, കൃഷിയുടെ പുരോഗതിക്കായി കർഷകർക്ക് നികുതി ഇളവുകൾ നൽകുകയും തരിശു കിടക്കുന്ന ഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കാൻ പ്രോത്സാഹനം നൽകുകയും ചെയ്തു. അപ്പോൾ ഇവർ അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ച കേസുകൾ പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവർ തരിശു ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, കർഷകർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി നികുതി കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. കൃഷിഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കാൻ വേണ്ടി പ്രോത്സാഹനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ക്ഷേത്രങ്ങൾക്കും ബ്രാഹ്മണർക്കും ഭൂമി ദാനം നൽകിയതിലൂടെയും കൂടുതൽ പ്രദേശത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാൻ സാധിച്ചു. ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭൂദാന സമ്പ്രദായം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ആരാണ്, ഈ ചോളന്മാർ. ഓക്കെ, ചോളന്മാർ ഭൂദാനം ആർക്കാണ്, ഈ പറയുന്ന ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ക്ഷേത്രങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യുന്നു, ഭൂമി ദാനം ചെയ്യുന്നു. ആ ഭൂമിയിൽ അവരെന്ത് ചെയ്യുന്നു, അവർ വേറെ ആരെങ്കിലും കൊണ്ട് എന്ത് ചെയ്യുന്നു, പണിയെടുപ്പിച്ച് കൃഷി ചെയ്യിപ്പിച്ച് എന്ത് ചെയ്തേക്കുന്നു, കൃഷി ചെയ്യിപ്പിക്കുന്നു. അതുമൂലം എന്ത് ചെയ്യുന്നു, കൃഷി വ്യാപിക്കാൻ സഹായിച്ചു അല്ലെങ്കിൽ സാധിച്ചു എന്നാണ് പറയുന്നത്. ഈ ഭൂദാനം വഴിയും എന്ത് ചെയ്യുന്നുണ്ട്, കൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരം ഭൂമികളിൽ കൃഷിപ്പണി ചെയ്തത് അടിമ സമാനമായ ജീവിതം നയിച്ച കർഷക തൊഴിലാളികളായിരുന്നു. ഇത് നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്. എന്താണ്, ഈ കൃഷിഭൂമി ബ്രാഹ്മണർക്ക് എന്താണ് പതിച്ചു കൊടുത്ത ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകന് അടിമയുടെ വില പോലും ഇല്ല, അല്ലെങ്കിൽ ഒരു അടിമയെ പോലെയാണ് എന്ത് ചെയ്യുന്നത്, അയാൾ പണിയെടുക്കുന്നത്. അയാൾക്ക് പണിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഒരു ബെനിഫിറ്റും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. പണിയെടുത്തിട്ട് അതിൻ്റെ പണിയെടുക്കുന്നതിൻ്റെ എത്രയും ഭാഗം ആർക്ക് കൊടുക്കണം, ഈ പറയുന്ന ബ്രാഹ്മണർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്, രാജാവിന് കൊടുക്കണം. ഈ പുള്ളിക്ക് ഒന്നും കിട്ടണമെന്ന് തന്നെ ഇല്ല. പുള്ളി മാടിനെ പോലെ പണിയെടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്ഥിതി എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ എംപയർ എടുത്ത് നോക്കിയാലും, ഏത് കിങ്ഡം എടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ. ഭൂമി ഉള്ള ഭൂമിയുണ്ട്, ഭൂമി അവർ കൃഷിക്ക് ഉപയുക്തമാക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള ജലസേചന സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിൽ പണിയെടുക്കുന്ന കർഷകൻ്റെ സ്ഥിതി ഏത് കാലഘട്ടത്തിലും ഒരുപോലെ തന്നെയാണ്. അവർക്ക് യാതൊരുവിധ പരിഗണനയും ലഭിക്കുന്നില്ല. അവർ അടിമകളെ പോലെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി എൻ്റെ ഇടയ്ക്കൊരു ബോക്സ് പോയി, അതെന്താണെന്ന് നിങ്ങൾ വായിച്ചു നോക്കാം. തമിഴകത്തിൻ്റെ നെല്ലറ. തമിഴ്നാടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായൊരു പ്രദേശമാണ് തഞ്ചാവൂർ. നദികളുടെയും കനാലുകളുടെയും സാന്നിധ്യം ഈ പ്രദേശത്തെ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റി. നെൽപ്പാടങ്ങളും തെങ്ങ്, വാഴ, പ്ലാവ് എന്നിവയുടെ തോട്ടങ്ങളും ധാരാളമുള്ള ഇവിടമായിരുന്നു തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. അപ്പോൾ തമിഴ്നാടിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏതാണ്, തഞ്ചാവൂർ. ഓക്കെ, തമിഴ്നാടിൻ്റെ നെല്ലറ തഞ്ചാവൂരാണ്. തമിഴ്നാട് ഏകദേശം ഹൃദയഭാഗത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്നത്. നദികളും കനാലുകളുടെയും സാന്നിധ്യം ഈ പ്രദേശത്തെ എന്തേക്കുന്നു, നമ്മുടെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള പ്രദേശമാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ടൈപ്പ് ഓഫ് കൃഷി നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് വിളിക്കുന്നു, തമിഴ്നാടിൻ്റെ നെല്ലറ എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ, കുഴപ്പമില്ലല്ലോ. അതായത് ചോള രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ കാർഷിക മേഖല വഹിച്ച പങ്ക് വിശകലനം ചെയ്യുക. അതായത് കാർഷിക മേഖലയിൽ പുരോഗതി ഉണ്ടായാൽ മാത്രമേ അവരുടെ സമ്പദ്ഘടന എന്ത് ചെയ്യത്തുള്ളൂ, ബെറ്റർ ആവത്തുള്ളൂ. അതായത് ഒരു രാജാവിൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് എന്തെന്നാണ്, അവർക്ക് ലഭിക്കുന്ന നികുതി വരുമാനം കൊണ്ടാണ് ആ സമ്പത്ത് ഉണ്ടാകുന്നത്. അപ്പം ഒരുപാട് ഏരിയയിൽ കൃഷി വ്യാപിച്ചു കഴിഞ്ഞാൽ കൃഷി മൂലം ഉണ്ടാകുന്ന കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും, അവിടെ വരുമാനം കൂടുന്നു, അപ്പോൾ സമ്പദ്ഘടന എന്ത് ചെയ്യുന്നു, മെച്ചപ്പെടുന്നു. അതാണ് ചെയ്യുന്നത്. അപ്പോൾ കാർഷിക മേഖല വികസിപ്പിച്ചാൽ മാത്രമേ, കാരണം ആ സമയത്ത് അവിടെ കൃഷിയാണ് പ്രധാന ഉപജീവന മാർഗം. അതുകൊണ്ടാണ് കാർഷിക മേഖലയുടെ വികാസത്തെ പറ്റി പറയുന്നത്. കുറേ കൂടെ കാലം കഴിയുമ്പോഴത്തേക്ക് കൃഷിയിൽ നിന്ന് മാറി വാണിജ്യം ആകുമ്പോഴത്തേക്ക് ആ വാണിജ്യ മേഖലയിൽ നിന്നുള്ള നികുതിയായിരിക്കും വരുമാനത്തിന് താല്പര്യം. ഓക്കെ, ഇപ്പോൾ കറണ്ട്ലി അവർ കൃഷിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൃഷിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. സോ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതിയാണ് എന്ത് ചെയ്തേക്കുന്നത്, അവരുടെ സമ്പദ്ഘടന വികസിക്കാനായിട്ട് കാരണമാകുന്നത്. ഇനി ബാക്കി നോക്കാം. കാർഷിക പുരോഗതിയിലൂടെ കൈവരിക്കുന്ന മിച്ചോൽപാദനം വാണിജ്യത്തിന് വഴിതെളിക്കുമെന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. എല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്തുവാ,
ആദ്യം നമ്മൾ കൃഷി വികസിപ്പിക്കും, അപ്പോൾ മിച്ചോൽപാദനം ഉണ്ടാകും. മിച്ചോൽപാദനം എന്താണ്? നമുക്ക് വേണ്ടുന്നതിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ഒന്നുകിൽ സംഭരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിൽക്കും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും? വാണിജ്യത്തിലേക്ക് വരും. അങ്ങനെയാണ് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ചോള രാജ്യത്തിലും ആഭ്യന്തര വാണിജ്യവും വിദൂര കടൽ വാണിജ്യവും വികാസം പ്രാപിച്ചിരുന്നതായി അക്കാലത്തെ ലിഖിതങ്ങൾ തെളിവ് നൽകുന്നു. ഓക്കെ, അന്നത്തെ അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള, അതായത് ഇപ്പോൾ നമുക്ക് ആദ്യം ഒരു ബൃഹദേശ്വര ക്ഷേത്രത്തിൽ നിന്നൊരു ലിഖിതം കിട്ടി. അതിനകത്ത് നിന്നാണ് എന്ത് പറയുന്നത്? ഇവരുടെ നികുതി എങ്ങനെ ആയിരുന്നു എന്നാണ് ആ ഒരു ലിഖിതത്തിൽ പറയുന്നത്. അതുപോലെ പല പല ലിഖിതങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ ഓരോ കല്ലിലൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അവർ ആ കാലഘട്ടത്തിൽ കുറിച്ച് വെച്ചതാണ്. അപ്പോൾ ആ ലിഖിതത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവർക്കെന്ന് പറയുമ്പോൾ ആർക്ക്? ചോള രാജ്യത്തിന് ആഭ്യന്തര വാണിജ്യം എന്ന് പറഞ്ഞാൽ ചോള രാജ്യത്തിനകത്ത് വാണിജ്യം ഉണ്ടായിരുന്നു. കൂടാതെ എന്തുണ്ടായിരുന്നു? വിദൂരമായിട്ടുള്ള കടൽ വാണിജ്യവും ഉണ്ടായിരുന്നു. അതായത് പുറത്തോട്ടുള്ള രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇവർ കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രാദേശിക കമ്പോളങ്ങളിൽ നിരവധി ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിരുന്നു. അതായത് ഒരുപാട് ഉൽപ്പന്നം അവർ പറഞ്ഞല്ലോ, ഇവിടെ ഒരുപാട് സാധനങ്ങൾ, അതായത് ആ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്? ഒരുപാട് ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ്. സോ കാർഷിക മേഖല വളരെയധികം പുരോഗതി പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ കാർഷിക മേഖല നല്ല രീതിക്ക് പുരോഗതി പ്രാപിക്കുമ്പോൾ എന്താണ്? മിച്ചോൽപാദനം ഉണ്ടാകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കതിനെ കച്ചവടം ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രാദേശിക കമ്പോളത്തിൽ നിരവധി ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിറ്റഴിച്ചിരുന്നു. നെയ്ത്ത് ഒരു പ്രധാന വ്യവസായമായിരുന്നു. അതായത് നെയ്ത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ വസ്ത്രനിർമ്മാണമാണ്. നെയ്ത്ത് ഒരു പ്രധാന വ്യവസായമായിരുന്നു. നെയ്ത്തുകാരുടെ സംഘങ്ങൾ അക്കാലത്ത് നിലനിന്നിരുന്നു. അതായത് ആ ഒരു ടൈപ്പ് ഓഫ് ഈ ഒരു പ്രത്യേക തരം ജോലി ചെയ്യുന്നവർ ഒരു ഗ്രൂപ്പായിട്ട് മാറി. അവരുടെ ഒരു സംഘങ്ങൾ ഉണ്ടായിരുന്നു. മെച്ചപ്പെട്ട തുണിത്തരങ്ങൾ ഉത്തരേന്ത്യയിലേക്കും മറ്റും കയറ്റുമതി ചെയ്തിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിന്ന് പണി ചെയ്യാതെ അവരെന്ത് ചെയ്യുന്നു? ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണ്? ആഭ്യന്തരമായിട്ട് വിൽക്കുന്നു. കൂടാതെ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അയച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തരേന്ത്യയിലേക്കും എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്? അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കരിമ്പും ഒരു പ്രധാനപ്പെട്ട വാണിജ്യ ഉൽപ്പന്നമായിരുന്നു. അപ്പോൾ ഈ പ്രദേശത്തെ ആദ്യത്തെ വാണിജ്യ ഉൽപ്പന്നം നെയ്ത്ത് വഴി ഉണ്ടാകുന്ന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ തുണിത്തരങ്ങളായിരുന്നു എന്ന് പറയാം, തുണി എന്ന് പറയാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സാധനം എന്തെന്നാണെന്നോ? കരിമ്പ് ഒരു പ്രധാന വാണിജ്യ ഉൽപ്പന്നമായിരുന്നു. കരിമ്പ്. ഓക്കെ, കരിമ്പ് എന്ന് പറയുന്ന ഒരു പ്രധാന വാണിജ്യ ഉൽപ്പന്നമായിരുന്നു. കൃഷിക്ക് പുറമെ ലോഹപ്പണിയും വികാസം പ്രാപിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു? ലോഹം വെച്ചിട്ടുള്ള പണിയും ആരംഭിച്ചിരുന്നു. ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന വിഗ്രഹങ്ങളും പാത്രങ്ങളും അതിന് തെളിവാണ്. അപ്പോൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരുന്നല്ലോ, അമ്പലങ്ങളുണ്ടല്ലോ, പാത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ലോഹപ്പണിയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിന് തെളിവാണെന്നാണ് പറയുന്നത്. ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന വിഗ്രഹങ്ങൾ, പാത്രങ്ങൾ, അളവ് പാത്രങ്ങൾ, ഇതൊക്കെ എന്താണ്? ലോഹപ്പണി ചെയ്താലല്ലേ പാത്രങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇനി സ്വർണം, വെള്ളി എന്നിവ കൊണ്ടുള്ള ആഭരണ നിർമ്മാണവും ഇരുമ്പ് ഉപകരണങ്ങളുടെ നിർമ്മാണവും പുരോഗതി പ്രാപിച്ചു. അപ്പോൾ ആഭരണ നിർമ്മാണവും ആ സമയത്ത് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. അതുപോലെ ഇരുമ്പ് ഉപകരണങ്ങളുടെ നിർമ്മാണവും എന്ത് ചെയ്തിട്ടുണ്ട്? പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. സമുദ്രതീരത്ത് നിന്നും മുത്തും പവിഴവും ശേഖരിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. അപ്പോൾ വിദേശത്തേക്ക് മുത്തും പവിഴവും ഒക്കെയാണ് എന്ത് ചെയ്തിരുന്നത്? കയറ്റുമതി ചെയ്തിരുന്നത്. അതുപോലെ പവിഴം എന്നിവ എന്ത് ചെയ്തിരുന്നു? വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. ഇനി കംബോഡിയയിൽ നിന്നുള്ള ഒരു കച്ചവട ദൗത്യ സംഘം 11ാം നൂറ്റാണ്ടിൽ ചോളരാജ്യം സന്ദർശിച്ചിരുന്നു. എവിടെ നിന്നാണ്? കംബോഡിയയിൽ നിന്ന് ഒരു കച്ചവട സംഘം 11ാം നൂറ്റാണ്ടിൽ, അതായത് CE 11 എവിടെ എത്തിയിട്ടുണ്ട്? ചോളരാജ്യം സന്ദർശിച്ചിരുന്നു. നാഗപട്ടണം, മഹാബലിപുരം, കാവേരി പൂംപട്ടണം, ശാലിയൂർ, കോർക്കൈ എന്നിവ അക്കാലത്തെ പ്രധാന തീരദേശ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ തീരദേശ വാണിജ്യ കേന്ദ്രങ്ങൾ ആ സമയത്ത്, അതായത് 11ാം നൂറ്റാണ്ടിലെ തീരദേശ വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? നാഗപട്ടണം, മഹാബലിപുരം, കാവേരി പൂംപട്ടണം, അതുപോലെ ശാലിയൂർ, കോർക്കൈ എന്നിവയാണ്. ഓക്കെ, പിക്ചർ ഉണ്ടോ നോക്കട്ടെ. കലിംഗയല്ലേ, നാഗപട്ടണം, ഇതാണ് കംബോഡിയ. അതായത് ഇത് ഏത് ഇതിൽ വരും? ബാഡ്ബാർക്ക് അപ്പുറത്തോട്ടാണ്. വിയറ്റ്നാം, കംബോഡിയ, അങ്ങനെയൊക്കെ, തായ്ലൻഡ്, ഇങ്ങനെ പള്ളി പോലെ കിടക്കുന്നില്ലേ, അതിലുള്ളതാണ്. കംബോഡിയ നിന്നിട്ട് ഒരു ഗ്രൂപ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ ഈ പറയുന്നതിൻ്റെ തീരദേശ പട്ടണങ്ങളുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാഗപട്ടണം, മഹാബലിപുരം, കാവേരി പൂംപട്ടണം, ശാലിയൂർ, കോർക്കൈ എന്നിവ അക്കാലത്ത് പ്രധാന തീരദേശ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു. ഇന്നത്തെ വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുലോത്തുംഗ ചോളപട്ടണം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഇപ്പോഴത്തെ എന്താണ്? ഇപ്പോഴത്തെ ഏത് സ്ഥലം വരുന്നത്? അത് വിശാഖപട്ടണം. കറൻലി ഇപ്പോഴത്തെ വിശാഖപട്ടണം എന്ന് പറയുന്നത് കുലോത്തുംഗ ചോളപട്ടണം എന്നായിരുന്നു പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ കുലോത്തുംഗ ചോളപട്ടണം എന്ന് പറഞ്ഞാൽ വിശാഖപട്ടണമാണ്. ഇനി ചോള രാജ്യത്തെ ഭരണാധികാരിയായിരുന്ന കുലോത്തുംഗ ചോളൻ
അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ സ്ഥലം അറിഞ്ഞിരുന്നത് കേട്ടോ. ചോള രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു കുലോത്തുംഗ ചോളൻ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് വിശാഖപട്ടണം പണ്ടറിയപ്പെടുന്നത് കുലോത്തുംഗ ചോളപട്ടണം. നഗരത്താർ, മണിഗ്രാമം തുടങ്ങിയ സമ്പദ്സമൃദ്ധമായ കച്ചവട സംഘങ്ങൾ ശക്തമായ വ്യാപാരം സാധ്യമാക്കി. അപ്പോൾ ഈ കച്ചവട സംഘങ്ങളാണ് നഗരത്താറും മണിഗ്രാമവും. നഗരത്താറൊക്കെ നമ്മൾ ഇതിന് മുമ്പ് എവിടെ പറഞ്ഞതാണ് കേട്ടോ. ഇത് കൊടുത്തിരിക്കുന്നത് എന്തുവാണ്? ചോളന്മാരുടെ വാണിജ്യ ശൃംഖല എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മിനിറ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഇവിടെയുള്ള ഈ വിശാഖപട്ടണത്തിൻ്റെ പേരാണ് നേരത്തെ പറഞ്ഞ ആ പേര് എന്തുവായിരുന്നു? നമ്മുടെ കൊലുത്തുംഗ ചോളപട്ടണം എന്ന് പറയുന്ന വിശാഖപട്ടണമാണ്. അതായത് ഇവർ ഈ എല്ലാ സ്ഥലമൊന്നും കൊടുത്തിട്ടില്ല. വെങ്കി, അതുപോലെ ഗംഗൈക്കൊണ്ട ചോളപുരം, നാഗപുരം, തഞ്ചാവൂർ, കാഞ്ചീപുരം കൊടുത്തിട്ടുണ്ട്. പിന്നെ കല്യാണി, ബസവ കല്യാണം എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ഈ പച്ചക്കടലുള്ളത് ചോള സ്വാധീനമുള്ള പ്രദേശം. പച്ചയിലല്ല നീലേ, പച്ച കളറിലുള്ളത് ചോള സ്വാധീനമുള്ള പ്രദേശങ്ങളും അതുപോലെ തന്നെ എന്തുവാണ് ഈ മഞ്ഞ കളറിലുള്ളത് ചോള പ്രദേശങ്ങളുമാണ്. വാണിജ്യപാത കൊടുത്തേക്കുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന നാഗപട്ടണത്തിൽ നിന്ന് ഇതെവിടെയാണ്? ഇത് ഇന്ത്യൻ മഹാസമുദ്രമല്ലേ? ഇത് ഇന്ത്യൻ മഹാസമുദ്രവും ഇത് ബംഗാൾ ഉൾക്കടലുമാണ്. ഇതുവഴി എന്ത് ചെയ്യുന്നു? ഇതിലേ പോയി എങ്ങോട്ടാണ്? മലേഷ്യ, ഇന്തോനേഷ്യ, സുമാത്രയിലൊന്നും പോകുന്നില്ല. ഇതിലേ കറങ്ങി എങ്ങോട്ട് പോകുന്നു? കറങ്ങി അങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. വിയറ്റ്നാമിൻ്റെ ഏരിയ കൂടെ പോകുന്നുണ്ട്. കംബോഡിയക്കാർ ഏതിലേ വന്നെന്ന് അറിയാൻ വയ്യ, പക്ഷേ ഇതിലേക്കാണ് പോകുന്നത്. മ്യാൻമാർ, വംഗദേശം. യഥാർത്ഥ മാപ്പിൽ കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ആണ്ടേ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഇതിലാണ് പോകുന്നത്. മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലാൻഡ്, വിയറ്റ്നാം, കംബോഡിയ. ഇവിടുത്തെ രാജ്യമാണ് കംബോഡിയ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അതായത് ഏതായിരുന്നു? ചൈനയുടെ ഭാഗത്തൊന്നും പറയുന്നില്ല. മറ്റേ വിയറ്റ്നാം വഴി ചുറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് ചൈന എങ്ങണ്ടല്ലേ? ഇവിടെ വിയറ്റ്നാം വഴി ചുറ്റി ഇങ്ങോട്ടാണ് പോകുന്നത്. ചൈനയുടെ ഭാഗമാണ്. ഓക്കെ, തായ്ലാൻഡ്, വിയറ്റ്നാം, മലേഷ്യ ഇതിലേക്ക് ഇറങ്ങിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അതെ, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലടേ. അതാണൊരു, അല്ലെങ്കിൽ ഇവർ മാപ്പ് തരണമായിരുന്നു. നാടുകളുമായി വാണിജ്യബന്ധം ഉണ്ടായിരുന്നെന്ന് കണ്ടെത്താം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? സുമാത്ര, മലേഷ്യ, തായ്ലൻഡ് പറയാം. പിന്നെ ഇന്തോനേഷ്യ ആയിട്ട് കണക്ഷൻ ഉണ്ടെന്ന് പറയാം. വിയറ്റ്നാം ആ സൈഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. കംബോഡിയ. പിന്നെ അവസാനം ചെന്നെത്തിയിരിക്കുന്നത് ചൈനയ്ക്കകത്താണ്. ഓക്കെ, ബാക്കി വെച്ച് നോക്കാം. ഇല്ലേ, അഡീഷണൽ കണ്ടന്റ് ഉണ്ടോ നോക്കട്ടെ. മണിഗ്രാമം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. മണിഗ്രാമം എന്താണെന്ന് നോക്കാം. മണിഗ്രാമവും എന്തരാ ഒരു പേരുണ്ടായിരുന്നല്ലേ? എന്തരായിരുന്നു? നഗരത്താർ നമ്മൾ വേറെ എവിടെ പഠിച്ചതാണ്. ഈ മണിഗ്രാമം വായിച്ചു നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. എവിടെ? 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിച്ച ദ്രാവിഡ കച്ചവട സംഘമാണെന്ന് പറയുന്നത് ഈ പറയുന്ന മണിഗ്രാമം എന്ന് പറയുന്നത്. ശൈവ സന്യാസിയും പ്രശസ്ത തമിഴ് കവിയുമായ മാണിക്കവാചകരുടെ കാലത്ത് ഇവർ ചോളപ്രദേശത്ത് നിന്ന് വന്നവരാണെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ മാണികവാചകരുടെ കാലത്ത് ചോളപ്രദേശത്ത് നിന്ന് എങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് വന്നവരാണ് ഈ പറയുന്ന മണിഗ്രാമം അഥവാ കച്ചവട സംഘങ്ങളാണ്. എന്നാൽ സിറിയൻ ക്രിസ്ത്യാനികൾക്ക് ചേരമാൻ പെരുമാൾ കൽപ്പിച്ചു നൽകിയ പദവിയാണ് മണിഗ്രാമമെന്നും ഇതിൻ്റെ വാദമുണ്ട്, പറയുന്നുണ്ട്. ആരാണ്? സിറിയൻ ക്രിസ്ത്യാനികൾക്ക് ചേരമാൻ പെരുമാൾ കൽപ്പിച്ചു നൽകിയ പദവിയാണ് മണിഗ്രാമമെന്നും പറയുന്നുണ്ട്. മണിഗ്രാമം എന്ന് പറഞ്ഞാൽ കച്ചവട സംഘങ്ങളാണ്. കേരളത്തിൽ എന്താണ്? കൊല്ലം ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ച ദ്രാവിഡ കച്ചവട സംഘങ്ങളാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന മണിഗ്രാമം എന്ന് പറയുന്നത്. ഭൂപടം വിശകലനം ചെയ്തിട്ട് നോക്കുമ്പോൾ കണക്ഷൻ ഉണ്ടായിരുന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ബർമ്മ. ദ കൺട്രി വാസ് ഒഫീഷ്യലി റീനെയിംഡ് ബൈ ബർമ്മ മ്യാൻമാർക്കാണ്. മ്യാൻമാർക്ക് എവിടെ? ഇവിടെ. ചോള സ്വാധീനമുള്ള സ്ഥലമാണ് ഈ പച്ച ഇട്ടിരുന്നല്ലേ? ശരിയാ, മ്യാൻമാർക്കുണ്ട്. പിന്നെ ഇതെന്തു? ഈ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള പ്രദേശമാണ്. പിന്നെ തായ്ലാൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ അതൊക്കെ നമ്മൾ പറഞ്ഞു. കംബോഡിയ അങ്ങനെ വലുതായിട്ട് പച്ചക്കളർ കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ദ്വീപസമൂഹവും കൊടുത്തിട്ടുണ്ട്. ശ്രീലങ്കയായിട്ടൊന്നും നമുക്ക് കണക്ഷൻ ഇല്ലെന്ന് തോന്നുന്നു. ബാക്കി വായിച്ചു നോക്കാം. എന്തുവാണ്? ബർമയുണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്, മലേഷ്യ, കംബോഡിയ, തായ്ലാൻഡ്, സുമാത്ര. സുമാത്ര ദ്വീപസമൂഹം കണ്ടാണ് ഇത്. സുമാത്ര ദ്വീപസമൂഹം. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എന്ത് കൊടുത്തേക്കുന്നത്? പിന്നെ ചോള ഭരണത്തിൻ്റെ കാര്യമാണ്. വായിച്ചു നോക്കാം. ചോളന്മാരുടെ
ചോളന്മാരുടെ തലസ്ഥാനമായിരുന്ന തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രശസ്തമായ ക്ഷേത്രം ഏതെന്നറിയാമോ? ബൃഹദേശ്വര ക്ഷേത്രം ആയിരിക്കും. രാജരാജ ചോളന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ബൃഹദേശ്വര ക്ഷേത്രമാണ് ഇത്. ഏതാണ്? ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂർ. തഞ്ചാവൂരിൽ ഒരു പ്രത്യേക സ്ഥലമാണ് പറയുന്നത്, എങ്കിലും തഞ്ചാവൂരാണ് ഇവരുടെ ആസ്ഥാനം. ഓക്കെ, അവിടെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രം ഏതാണ്? ബൃഹദേശ്വര ക്ഷേത്രമാണ്. 1985 1014 കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തേക്കുന്നത്? രാജരാജ ചോളന്റെ കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായ രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ കാലത്താണ് 1014 1044 ഗംഗൈകൊണ്ട ചോളപുരത്തെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. അപ്പൊ ഗംഗൈകൊണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചോളപുരത്തെ ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരത്തെ ക്ഷേത്രം നിർമ്മിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ കാലഘട്ടത്തിലാണ്. ബൃഹദേശ്വര ക്ഷേത്രം നിർമ്മിക്കുന്നത് രാജരാജ ചോളന്റെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അക്കാലത്തെ ക്ഷേത്രങ്ങളും അതിസമ്പന്നമായിരുന്നു. ക്ഷേത്രങ്ങൾ നല്ല സമ്പത്തുള്ള ക്ഷേത്രങ്ങളായിരുന്നു. സമ്പന്നമായ ഖജനാവാണ് ക്ഷേത്ര നിർമ്മാണത്തിന് രാജാക്കന്മാർക്ക് പ്രചോദനമായത്. അവരുടെ ഖജനാവ് എന്തായിരുന്നു? രാജാക്കന്മാരുടെ ഖജനാവ് സമ്പന്നമായിരുന്നു. അതുകൊണ്ട് ആ കാശെടുത്ത് അവർക്ക് എന്തുണ്ടാക്കാടെ? അവർക്ക് ക്ഷേത്രം ഉണ്ടാക്കാം. അതാ. ഇനി ദാനമായി ലഭിച്ച ഭൂമിയിൽ നിന്നും വരുമാനം, ഗ്രാമസഭകളിൽ നിന്നുള്ള സംഭാവനകൾ, നികുതി പിരിക്കാൻ അവകാശമുള്ള ഭൂമിയിൽ നിന്നും പിരിച്ചെടുക്കുന്ന നികുതികൾ, ഭക്തരുടെ സംഭാവനകൾ, ഗ്രാമങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനം എന്ന രീതിയിൽ ലഭിക്കുന്ന സമ്പത്ത് തുടങ്ങിയവയായിരുന്നു ക്ഷേത്രങ്ങളുടെ വരുമാന മാർഗങ്ങൾ. അപ്പോൾ ക്ഷേത്രങ്ങളുടെ വരുമാന മാർഗങ്ങൾ എവിടെ നിന്നൊക്കെയാണ് ക്ഷേത്രങ്ങൾക്ക് പണം ലഭിച്ചിരുന്നത്? അതാണ് പറയുന്നത്. എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്? ഈ ദാനമായി ലഭിച്ച ഭൂമിയിൽ നിന്നുള്ള വരുമാനം. അതായത് നമ്മൾ പറഞ്ഞല്ലോ, രാജാവ് ക്ഷേത്രങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി പതിച്ച് നൽകുന്നുണ്ട്. ആ ഭൂമി എന്ത് ചെയ്യുന്നു? ഈ ക്ഷേത്രത്തിന്റെ ആൾക്കാർ സാധാരണക്കാരായ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അതിന്റെ ഒരു എമൗണ്ട് കിട്ടത്തില്ലേ, അത് അങ്ങനെ ലഭിക്കുന്ന പണം. പിന്നെന്താണ്? ഗ്രാമസഭകളിൽ നിന്നുള്ള സംഭാവനകൾ. പലവരും എന്ത് ചെയ്യുന്നുണ്ട്? ക്ഷേത്രങ്ങളിലേക്ക് സംഭാവന നൽകുന്നുണ്ട്. നികുതി പിരിക്കാൻ അവകാശമുള്ള ഭൂമിയിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന നികുതി. പിന്നെ ക്ഷേത്രത്തിന് നികുതി പിരിക്കാൻ അധികാരമുള്ള ഭൂമി കാണും. അതായത് ഇങ്ങനെ കിട്ടിയിട്ടുള്ള ക്ഷേത്ര വകയായിട്ട് കിട്ടിയിട്ടുള്ള ഭൂമിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ. പിന്നെന്താണ്? പിരിച്ചുവിടുന്ന നികുതികൾ. ഭക്തരുടെ സംഭാവനകൾ. ഭക്തർ എന്ത് ചെയ്യുന്നുണ്ട്? സംഭാവനകൾ നൽകുന്നുണ്ട്. ഗ്രാമങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനം എന്ന രീതിയിൽ ലഭിക്കുന്ന സമ്പത്ത്. സാമ്പത്തിക ഇടപാട് നടക്കുന്ന സ്ഥാപനം എന്ന രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്? ക്ഷേത്രത്തിന് വരുമാനം ലഭിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവയും പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ക്ഷേത്രങ്ങളോട് ചേർന്ന് എന്തുണ്ട്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ എന്താണ്? ആശുപത്രികളും പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ചോള രാജാക്കന്മാരുടെ കാലത്തെ കാര്യമാണ്. ക്ഷേത്രങ്ങളുടെ നിർമ്മാണം, അവയുടെ പരിപാലനം എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് തൊഴിൽ ലഭിച്ചിരുന്നു. ക്ഷേത്രം ഉണ്ടാക്കുന്ന സമയത്തായാലും അതെ, ക്ഷേത്രത്തിന്റെ പരിപാലനത്തിനുമായാലും കുറച്ച് അധികം പേർക്ക് എന്ത് ചെയ്യുന്നു? ജോലി ലഭിച്ചിരുന്നു. തൊഴിലുകാരും കരകൗശല വിദഗ്ധരും ഉപജീവനത്തിനായി ക്ഷേത്രങ്ങളെ ആശ്രയിച്ചിരുന്നു. കൈത്തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ കരകൗശല വിദഗ്ധരും എന്ത് ചെയ്തിട്ടുണ്ട്? ഉപജീവനത്തിനായിട്ട് ക്ഷേത്രങ്ങളെ ആശ്രയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ബൃഹദേശ്വര ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട്, ഇതാണ് ആ ക്ഷേത്രം, ബൃഹദേശ്വര ക്ഷേത്രം. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യമൊക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള ഏതോ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സുപ്രധാന ചരിത്ര സ്മാരകമാണ് ഈ പറയുന്ന ബൃഹദേശ്വര ക്ഷേത്രം, അഥവാ രാജരാജേശ്വര ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട്. ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ വേറൊരു പേരാണ് രാജരാജേശ്വര ക്ഷേത്രം. തഞ്ചൈ പെരിയ കോവിൽ എന്നും ഇത് അറിയപ്പെടുന്നു. തഞ്ചാവൂരല്ലേ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് തഞ്ചൈയിലുള്ള പെരിയ കോവിൽ, വലിയ അമ്പലം എന്നുള്ള മീനിങ്. തഞ്ചൈ പെരിയ കോവിൽ എന്നും ഏതറിയപ്പെടുന്നു? നമ്മുടെ ബൃഹദേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ രാജരാജേശ്വര ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ശിവലിംഗ കോട്ടയാൽ ചുറ്റപ്പെട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശിവഗംഗ കോട്ടയാൽ ചുറ്റപ്പെട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊത്തുപണികളുള്ള 2 വലിയ ഗോപുരങ്ങളാണ് ഇതിന്റെ പ്രവേശന കവാടങ്ങൾ. കൊത്തുപണിയുള്ള പ്രവേശന കവാടങ്ങളുണ്ട്. അതുപോലെ പ്രതിഷ്ഠയുടെ മുകളിലുള്ള കമാനത്തിന് 13 നിരകളാണ് ഉള്ളത്. നിലകളാണ് എന്തോട്ടോ, നിരകളാണുള്ളത്. യുനെസ്കോ ഈ ക്ഷേത്രത്തെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം യുനെസ്കോ എന്ത് ചെയ്തിട്ടുണ്ട്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം തേടിയ ഒരു ക്ഷേത്രമാണ് ഈ പറയുന്ന ബൃഹദേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ എഴുതിയിരിക്കുന്നത്? ബാക്കി വായിച്ചു നോക്കാം. എന്താ എഴുതിയിരിക്കുന്നത്? ചോളനാട്ടിലെ സാമൂഹിക സാമ്പത്തിക ജീവിത ക്ഷേത്രങ്ങൾ വഹിച്ച പങ്ക്. അതായത് പല സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ ക്ഷേത്രങ്ങളുടെ പങ്കാണ് വന്നേക്കുന്നത്. ക്ഷേത്രങ്ങൾക്ക് അതിനകത്ത് പങ്കുണ്ട്. ഓക്കെ, എന്തുവാണ് എന്തൊക്കെ രീതിയിലുള്ള പരിപാടികളാണ് ക്ഷേത്രം നിർവഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ, അതായത് ആ ക്ഷേത്രത്തിന് ലഭിച്ച ഭൂമിയിൽ അവർ കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുമൂലം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഭൂമിയിൽ നിന്നുള്ള വരുമാനം ആർക്കാണ് കിട്ടുന്നത്? അത് ഈ ക്ഷേത്രത്തിന് കിട്ടും. അതിൻ്റെ ഒരു പോർഷൻ ആർക്കും കൊടുക്കണം?
രാജാവിനും കൊടുക്കണം. അങ്ങനെ സാമ്പത്തികമായിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ എന്തുവാണ്, സാമൂഹികമായിട്ട് ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു സ്ഥലമായിട്ടും കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതും ഒരു ഇതാണ്. പിന്നെ എന്തുവാണ്, ഇതുപോലെ ഈ ചില നികുതികളിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്ഷേത്രത്തിനെ അവർ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഈ ക്ഷേത്രങ്ങൾക്ക് കൊടുത്ത ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് മൂലമാണ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കുറേ കൂടെ ബെറ്റർ ആവുന്നത്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കാർഷിക ഒരു ഇതില്ലേ അത് കുറേ കൂടെ ബെറ്റർ ആവുന്നത് ഈ ക്ഷേത്രങ്ങൾക്ക് കൊടുത്ത ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് മൂലം കൂടിയാണ്. അപ്പോൾ അതൊരു ക്ഷേത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഈ പറഞ്ഞ ചോള രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ പറയുന്ന ക്ഷേത്രങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയുമായും മറ്റ് ചോളന്മാർ വാണിജ്യബന്ധം നിർത്തിയിരുന്നതായി മനസ്സിലാക്കിയല്ലോ. നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയുമായും മറ്റും ചോളന്മാർ വാണിജ്യബന്ധം നിലനിർത്തിയതായി മനസ്സിലാക്കിയല്ലോ. ആ പിക്ചർ ഒന്നുകൂടെ വാലുവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. എവിടെ? ഈ പറയുന്ന ലങ്ക ആരുടെ പ്രദേശമായിരുന്നു? നമ്മുടെ ചോളന്മാരുടെ പ്രദേശമായിരുന്നു ശ്രീലങ്ക. നമ്മൾ മറ്റേ എന്തായിരുന്നു ആ പടത്തിൻ്റെ പേരും? അതുപോലെ പൊന്നിൻ സെൽവനിനകത്തൊക്കെ പറയും ലങ്കയുമായിട്ടൊക്കെ അവർക്ക് ഇതുണ്ടായിരുന്നു. ലങ്ക, തഞ്ചാവൂർ, കാഞ്ചീപുരം. നമ്മൾ ഈ ഇന്ത്യയുടെ തെക്കൻ ഭാഗവും അതുപോലെ ശ്രീലങ്കയിലുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് പണ്ട് മീൻസ് ചോളന്മാർക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചോളന്മാരുടെ ഭരണമായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ മുഗൾ ഭാഗത്ത് കുറച്ച് ഭാഗമുണ്ട്, പാല, അതുപോലെ കലിംഗ, അങ്ങനെയുള്ള ഏരിയ. മ്യാൻമാർക്കിൽ ബർമ എന്ന് പറയുന്ന മ്യാൻമാർക്ക്, പിന്നെ സമുദ്ര ദ്വീപ സമൂഹങ്ങളിൽ, പിന്നെ സുമാത്ര ദ്വീപുകൾ, ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലാൻഡ് എന്നിവയുമായിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചോളന്മാർക്ക് വാണിജ്യബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാവുന്നത്. ഈ വര വരച്ചേക്കുന്ന എന്തുവാണ്, ചുവന്ന വര, അത് ആ ഇവരെ വാണിജ്യ പാതകളാണ്. ഇവർ ഈ വഴിയാണ് പൊക്കോണ്ടിരുന്നതെന്ന്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി നോക്കാം. നമ്മുടെ രാജ്യമായ ശ്രീലങ്കയുമായും മറ്റും ചോളന്മാർ വാണിജ്യബന്ധം നിലനിർത്തിയിരുന്നതായി മനസ്സിലാക്കിയല്ലോ. ശ്രീലങ്കൻ വാണിജ്യബന്ധം മാത്രമല്ല, അവർ ആധിപത്യവും സ്ഥാപിച്ചിരുന്നു. അതാണ് മഞ്ഞ കളർ. ശ്രീലങ്കയിൽ വാണിജ്യബന്ധം മാത്രമല്ല, എന്താണ്, ആധിപത്യവും സ്ഥാപിച്ചിരുന്നു. ചോളന്മാരുടെ ലിഖിതങ്ങളും മഹാവംശം, ചൂളവംശം തുടങ്ങിയ ശ്രീലങ്കൻ കൃതികളും ഇത് ശരിവയ്ക്കുന്നു. അപ്പം ചോളന്മാർ അവിടെ അധികാരം സ്ഥാപിച്ചിരുന്നു എന്നുള്ള ഐഡിയ നമുക്ക് തരുന്നത് ചോളന്മാരുടെ ലിഖിതങ്ങളും അതുപോലെ മഹാവംശം, ചൂലവംശം തുടങ്ങിയ ശ്രീലങ്കൻ കൃതികളുമാണ് ഇതിനെപ്പറ്റി ഐഡിയ തരുന്നതെന്നാണ് പറയുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യയുമായി ദക്ഷിണേന്ത്യയുമായി ഉണ്ടായിരുന്ന ബന്ധവും സൗഹൃദവും ഏറ്റവും ശക്തമായതും ചോള ഭരണകാലത്തായിരുന്നുവെന്ന്. തെക്ക് കിഴക്കൻ ഏഷ്യയുമായിട്ട്, തെക്ക് കിഴക്കൻ ഏഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പടത്തിൽ കണ്ടില്ലേ, ആ ഏരിയയും അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യയുമായി ദക്ഷിണേന്ത്യയ്ക്കുണ്ടായിരുന്ന ബന്ധവും സൗഹൃദവും ഏറ്റവും ശക്തമായതും ചോള ഭരണകാലത്തായിരുന്നെന്ന് പറയുന്നു. അതായത് സുമാത്ര, ജാവ, മലേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ചോളനാട്ടിൽ നിന്നും കച്ചവടക്കാർ മാത്രമല്ല ബുദ്ധ, ഹൈന്ദവ സന്യാസിമാരും പണ്ഡിതരും ധാരാളമായി യാത്ര ചെയ്തിരുന്നു. ഈ യാത്രകൾ ചോള രാജ്യത്തെ ഭാഷ, മതം, ആശയങ്ങൾ, ശില്പകല എന്നിവ നാടുകളിലേക്ക് വ്യാപിക്കാൻ കാരണമായി. അപ്പം ഈ പറയുന്ന തെക്ക് കിഴക്കൻ ഏഷ്യൻ പ്രദേശങ്ങളുമായിട്ട്, തെക്ക് കിഴക്കൻ ഏഷ്യൻ പ്രദേശം എന്ന് പറയുമ്പോൾ ഈ പ്രദേശങ്ങളുമായിട്ട് നല്ല ഒരു ബന്ധം ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് ആരുടെ, അല്ലെങ്കിൽ ഈ ദക്ഷിണേന്ത്യക്ക് ഉണ്ടായിരുന്നത് ചോളന്മാരുടെ സമയത്താണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ അങ്ങനെ ഒരു വാണിജ്യബന്ധം മാത്രമല്ല, ഇവിടെ നിന്ന് ആരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഒരുപാട് പേര് പണ്ഡിതന്മാരും അതുപോലെ തന്നെ എന്താണ് ബൗദ്ധ ഹൈന്ദവ സന്യാസിമാർ, പണ്ഡിതന്മാരെല്ലാം എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഒരു പ്രദേശത്തുള്ളവർ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരും അതായത് ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ, ഹൈന്ദവ അല്ലെങ്കിൽ ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവർ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസവും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രചരിക്കപ്പെടുന്നത്. ആ ഒരു എവിടെയാണോ എത്തിച്ചേരുന്നത് അവിടെ. പണ്ഡിതരും എത്തുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടുത്തെ സംസ്കാരവും ഇവിടെ നടക്കുന്ന രാജാവിൻ്റെ ഭരണത്തെ പറ്റിയും എല്ലാം എന്ത് ചെയ്യുന്നത് മറ്റ് രാജ്യക്കാരെ അറിയുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭാഷയെയും മതത്തെയും ആശയങ്ങളും വാസ്തുശില്പകലയെല്ലാം എന്ത് ചെയ്യുന്നു മറ്റ് രാജ്യങ്ങളിൽ കൂടി വികസിക്കാൻ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ കൂടി എന്ത് കാരണമായി എന്നാണ് പറയുന്നത്. ഇനി ചോള തടാകം എവിടെയാണ് കാണപ്പെടുന്നത്? ബംഗാൾ ഉൾക്കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ചോളന്മാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. അതാണ് നമ്മൾ ആ പിക്ചറിൽ കണ്ടില്ലേ, ചോളന്മാരുടെ നാവികപ്പടയും ആധിപത്യവും ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്നു. അതിനാൽ ബംഗാൾ ഉൾക്കടലിനെ ചോള തടാകമെന്ന് വിശേഷിപ്പിച്ചു. ചോള തടാകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിപ്പം ബംഗാൾ ഉൾക്കടലാണ് ഈ ഏരിയ. അപ്പോൾ ഈ ഏരിയയ്ക്ക് ചുറ്റുമാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇവർ കൂടുതലും ഇവരുടെ സ്വാധീനം ഉണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത്, അതിനെ അങ്ങനെ പറയുന്നത്. ഈ ബംഗാൾ ഉൾക്കടലിനെ എന്തെന്ന് വിളിക്കും, ചോള തടാകം എന്ന് വിളിക്കും. ബംഗാൾ ഉൾക്കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ചോളന്മാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ചോളന്മാരുടെ നാവികപ്പടയുടെ ആധിപത്യം ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്നു. അപ്പോൾ അവരുടെ നാവികപ്പട കൂടുതലും എവിടെ ആയിരുന്നു, ഈ പറയുന്ന ബംഗാൾ ഉൾക്കടലിലായിരുന്നു. അത് കാരണം
നമ്മൾ എന്തെന്ന് വിളിക്കും? ബംഗാൾ ഉൾക്കടലിനെ ചോള തടാകം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി എന്താ ചെയ്തിരിക്കുന്നത്? ഗംഗൈകൊണ്ട ചോളപുരം. അത് നേരത്തെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ഉണ്ടായത് ഈ പറഞ്ഞ ബൃഹദേശ്വര ക്ഷേത്രം രൂപം കൊണ്ടത് നമ്മുടെ രാജരാജ ചോളന്റെ സമയത്താണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്, രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ കാലത്താണ് ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രം നിർമ്മിക്കുന്നതെന്ന്. അതിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? തമിഴ്നാട്ടിലെ കുംഭകോണത്തിന് 36 കിലോമീറ്റർ വടക്കായാണ് ഗംഗൈകൊണ്ട ചോളപുരം എന്ന ചോളന്മാരുടെ പിൽക്കാല തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആദ്യ തലസ്ഥാനം തഞ്ചാവൂരായിരുന്നു. പിന്നീടാണ് ഗംഗൈകൊണ്ട ചോളപുരം എന്ന് പറയുന്ന പിൽക്കാല തലസ്ഥാനം. പിന്നത്തെ തലസ്ഥാനം എന്താണ്? ഗംഗൈകൊണ്ട ചോളപുരമാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ പറയുന്ന തമിഴ്നാട്ടിലെ കുംഭകോണത്തിന് 36 കിലോമീറ്റർ വടക്കോട്ടായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പിൽക്കാല തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. രാജേന്ദ്ര ചോളനാണ് തലസ്ഥാനം തഞ്ചാവൂരിൽ നിന്നും ഇവിടേക്ക് മാറ്റിയത്. അപ്പോൾ നമ്മുടെ ചോളന്മാരുടെ തലസ്ഥാനം ഫസ്റ്റ് തഞ്ചാവൂരായിരുന്നു. തഞ്ചാവൂരിൽ നിന്നും തലസ്ഥാനം ഗംഗൈകൊണ്ട ചോളപുരത്തേക്ക് മാറ്റിയത് ആരായിരുന്നു? രാജേന്ദ്ര ചോളനായിരുന്നു. ഓക്കെ, ഇനി ഇത് തഞ്ചാവൂരിൽ നിന്നും ഇവിടേക്ക് മാറ്റിയത് ഗംഗാനദി കടന്ന് ഉത്തരേന്ത്യയിലേക്ക് അദ്ദേഹം നടത്തിയ പടയോട്ടത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ പട്ടണവും ഇവിടുത്തെ ക്ഷേത്രവും നിർമ്മിച്ചത്. അപ്പോൾ എന്താണ്? ഇദ്ദേഹം ഗംഗാനദി കടന്ന് ഉത്തരേന്ത്യയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പടയോട്ടം നടത്തിയിട്ടുണ്ട്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ പടയോട്ടം നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പട്ടണവും ഇവിടുത്തെ ക്ഷേത്രവും എന്ത് ചെയ്തിരിക്കുന്നത്? നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ചോളന്മാരുടെ പിൽക്കാല തലസ്ഥാനം ഏതായിരുന്നത്? ഗംഗൈകൊണ്ട ചോളപുരമാണ്. അതിന് മുമ്പത്തെ ആദ്യകാലത്തെ തലസ്ഥാനം തഞ്ചാവൂരായിരുന്നു. തഞ്ചാവൂർ എന്ന് പറയുന്ന തലസ്ഥാനത്തെ അവർ ഗംഗൈകൊണ്ട ചോളപുരത്തേക്ക് മാറ്റിയത് ആരായിരുന്നു? രാജേന്ദ്ര ചോളനായിരുന്നു. ഓക്കെ, ദക്ഷിണേന്ത്യയുടെ സംസ്കാരവും തമിഴ് ഭാഷയും തെക്കു കിഴക്കൻ ഏഷ്യയിലേക്ക് വ്യാപിക്കുന്നതിൽ ചോളന്മാർ വഹിച്ച പങ്ക്, അതായത് അവരെന്ത് ചെയ്തിരിക്കുന്നത്? വാണിജ്യം നടത്തിയത് മാത്രമല്ല, കൂടുതലും എന്ത് നടത്തിയിട്ടുണ്ട്? പണ്ഡിതന്മാരും ചിന്തകന്മാരും ഒക്കെ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് അങ്ങോട്ട് സഞ്ചരിച്ച് പോകാൻ തുടങ്ങി. അതാണ് കാരണം. ഇനി ചോള ഭരണത്തിലേക്ക് വരാം. ഒരു മിനിറ്റ്, വേറെ വല്ല അഡീഷണൽ ഉണ്ടോ എന്ന് നോക്കട്ടെ. ചോള ഭരണമേ ഉള്ളൂ. ഇതിലൊക്കെ ഈ ടെക്സ്റ്റിൽ വലിയ കണ്ടന്റ് ഇല്ല. ബയോളജി ടെക്സ്റ്റിലൊക്കെ എടുത്ത് നോക്കണം. കണ്ടന്റോട് കണ്ടന്റ് ആവശ്യമാണ്. വായിച്ച് വെച്ച് നമ്മുടെ കട്ടയും മടം മുടങ്ങും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ചോളഭരണത്തിൽ എന്താ പറയുന്നത്? ചോള രാജ്യത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ആരൊക്കെയായിരുന്നു? ഒരു രാജരാജ ചോളനെയും പറഞ്ഞു, ഒരു രാജേന്ദ്ര ചോളൻ്റെയും കാര്യം പറഞ്ഞു. ആകെ 2 പേരെ പഠിച്ചിട്ടുള്ളത്. രാജാവിനെ ഭരണത്തിൽ സഹായിക്കാൻ മന്ത്രിമാരുടെ ഒരു സമിതി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നാവികപ്പട അടക്കമുള്ള ശക്തമായ ഒരു സൈന്യം ചോളന്മാർക്ക് ഉണ്ടായിരുന്നതായി 13-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയായ മാർക്കോ പോളോ അഭിപ്രായപ്പെട്ടിരുന്നു. അപ്പം ഈ പറയുന്ന എവിടെയാണ്? 12-ാം നൂറ്റാണ്ട്. എത്രാമത്തെ നൂറ്റാണ്ടായിരുന്നു? 13. ഓക്കെ, 13-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയായിട്ടുള്ള മാർക്കോ പോളോ അഭിപ്രായപ്പെട്ടിട്ടുണ്ടത് എന്താണെന്ന്? ഈ പറയുന്ന ചോളന്മാർക്ക് ഒരു ശക്തമായ സൈന്യം ഉണ്ടായിരുന്നു. ഒരു നാവികപ്പട അടക്കമുള്ള ഒരു ശക്തമായ സൈന്യം ചോളന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന് ആര് പറയുന്നുണ്ട്? വെനീഷ്യൻ സഞ്ചാരിയായിട്ടുള്ള മാർക്കോ പോളോ അദ്ദേഹത്തിന്റെ കൃതികളിൽ പറയുന്നുണ്ട്. രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി മണ്ഡലങ്ങൾ, വളനാട്, നാട് എന്നിങ്ങനെ തിരിച്ചിരുന്നു. അതായത് ഇവർ ആ ടോട്ടൽ പ്രദേശത്തെ എന്താണ്? മണ്ഡലങ്ങളായിട്ടും വളനാട്, നാട് എന്നിങ്ങനെയായിട്ടുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? തിരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പം നമ്മുടെ ഭരണം ഈസിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണം ഈസിയാക്കാൻ വേണ്ടി ഇന്ത്യയെ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഓരോ പ്രദേശത്തും ഇപ്പം ഒരു സംസ്ഥാനം എടുത്ത് അതിനകത്ത് പിന്നെ എന്താണ്? ജില്ലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ജില്ലകളെയും പിന്നെ എന്താണ്? ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിങ്ങനെ വീണ്ടും ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. അതുപോലെ ഭരണം ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ചോള രാജ്യത്തെ അവർ എങ്ങനെ തിരിച്ചിട്ടുണ്ട്? മണ്ഡലങ്ങൾ, വളനാട്, നാട് എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? പിന്നെ കച്ചവടത്തിന്റെ പുരോഗതിക്കും സൈന്യത്തിന്റെ സഞ്ചാരത്തിനുമായി ഭരണാധികാരികൾ നിരവധി പാതകൾ നിർമ്മിച്ചു. അപ്പോൾ ഇവർക്ക് എന്താണ്? കച്ചവടം നടത്തുന്നതിനും സൈന്യത്തിന്റെ സഞ്ചാരത്തിനും വേണ്ടിയൊക്കെ എന്താണ്? പാതകൾ, വഴി വേണ്ടേ? അപ്പോൾ അവർ ഒരുപാട് പാതകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഭൂനികുതിക്ക് പുറമെ വനങ്ങൾ, ഖനികൾ, ഉപ്പ് എന്നിവയുടെ മേൽ നികുതി ചുമത്തി. അപ്പോൾ ഇവരെ എന്തിൻ്റെയൊക്കെ മേൽ നികുതി ചുമത്തിയിട്ടുണ്ട്? ഭൂനികുതി ഓൾറെഡി പണ്ടേ ഉള്ളതാണ്. കൂടാതെ വനങ്ങൾ, ഖനികൾ, ഉപ്പ് എന്നിവയുടെ മേലും ആര് നികുതി ചുമത്തിയിട്ടുണ്ട്? ചോളന്മാർ നികുതി ചുമത്തിയിട്ടുണ്ട്. കച്ചവട നികുതിയും തൊഴിൽക്കരവും പിരിച്ചിരുന്നു. അതെന്താണ്? അതും പിരിച്ചിരുന്നു. കച്ചവട നികുതിയുണ്ട്, തൊഴിൽക്കരവും പിരിച്ചിട്ടുണ്ട്. വെറ്റി എന്ന പേരിൽ അറിയപ്പെട്ട വേതനമില്ലാത്ത അധ്വാനത്തെയും നികുതിക്ക് തുല്യമായി കണക്കാക്കിയിരുന്നു. അപ്പോൾ വെറ്റി എന്ന് പറഞ്ഞാൽ വേതനമില്ലാത്ത അധ്വാനമാണ്. ഓക്കെ, വേതനമില്ലാത്ത അധ്വാനത്തെയും അവർ നികുതിക്ക് തുല്യമായിട്ടാണ് കണക്കാക്കിയത്. അതായത് ഇപ്പോൾ ഒരാൾക്ക് നികുതി കൊടുക്കുന്നതിന് പകരം അയാൾ വെറ്റി കൊടുക്കിയാൽ മതി. വെറ്റി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? അദ്ദേഹം പൈസ ഇല്ലാതെ പണിയെടുക്കണം. ആ അധ്വാനത്തെ അവരെന്തായിട്ടാണ് കണക്കാക്കുന്നത്? നികുതിയായിട്ട് കണക്കാക്കിയിരുന്നു എന്ന് പറയുന്നു.
ചോളന്മാരുടെ ഗ്രാമ സ്വയംഭരണത്തെക്കുറിച്ച് അക്കാലത്തെ നിരവധി ലിഖിതങ്ങൾ തെളിവുകൾ നൽകുന്നുണ്ട്. ഉത്തരമേരൂർ ലിഖിതമാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ചോളന്മാരുടെ ഗ്രാമ സ്വയംഭരണത്തെക്കുറിച്ച് വിവരം നൽകുന്ന ഒരു പ്രധാന ലിഖിതം ഉത്തരമേരൂർ ലിഖിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഊർ, സഭ എന്നീ പേരുകളുള്ള 2 സഭകൾ അക്കാലത്ത് നിലനിന്നിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 സഭകൾ എന്തൊക്കെയായിരുന്നു? ഊര് സഭ എന്നിങ്ങനെ 2 സഭകൾ നിലനിന്നിരുന്നു. ഇവർക്ക് സ്വയംഭരണ അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കേസിൽ ഭരണം നടത്തുന്നത് എന്താണ്? അവർ തന്നെയാണ്. ആ ഏരിയയിൽ അവർ തന്നെയാണ്. ഒരു ഊരിൻ്റെ ഭരണം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്കായിരിക്കും. സഭയുടെ ഭരണം ആ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കായിരിക്കും. അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അവിടെ ചോള ഗ്രാമ സ്വയംഭരണം, ചോള ഗ്രാമങ്ങളുടെ സ്വയംഭരണം, അതായത് ഓരോ ഗ്രാമങ്ങൾക്കും ഓരോ ഭരണ സംവിധാനമാണ് നടന്നിരുന്നതെന്നാണ് പറയുന്നത്. അതിന് 2ആയിട്ടാണ് അവർ കാറ്റഗറി ചെയ്ത് വെച്ചേക്കുന്നത്. ചോള ഗ്രാമങ്ങളെ അവർ ഊരുകളായിട്ടും സഭകളായിട്ടും തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഊരുകളെന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ പൊതുസഭകളാണ് ഊരുകളെന്ന് പറയുന്നത്. ഇനി സഭയെന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ മുതിർന്നവരുടെ സഭയാണ് ഈ പറയുന്ന സഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോള ഗ്രാമങ്ങളുടെ സ്വയംഭരണത്തിന് അവർ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഊരുകളും സഭകളും എന്നും പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ പൊതുസഭയാണെങ്കിൽ അത് ഊരെന്നാണ്. സഭ എന്ന് പറയുന്നത് ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ മുതിർന്നവരുടെ സഭയാണ് ഉദ്ദേശിക്കുന്നത്. കുളങ്ങൾ, കിണറുകൾ, റോഡുകൾ തുടങ്ങിയവയുടെ പരിപാലന ചുമതല പ്രാദേശിക ഭരണകൂടങ്ങൾക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? പൊതുകുളം, പൊതുകിണർ, പൊതു റോഡ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഇതിൻ്റെ ചുമതല ആർക്കാണ്? പ്രാദേശിക ഭരണം. ഒരു പ്രദേശത്തുള്ള കുളങ്ങളുടെയും കിണറുകളുടെയും റോഡുകളുടെയും ഒക്കെ ചുമതല ആർക്കാണ്? ആ പ്രദേശത്തെ ഭരണം ചെയ്യുന്ന ആരാണോ അവർക്കാണ്. അതിപ്പോൾ ഊരാണെങ്കിൽ ഊരിൻ്റെ ഭരണം ആർക്കാണോ അവർക്ക്, സഭയ്ക്കാണെങ്കിൽ സഭയുടെ ഭരണം ആർക്കാണോ അവർക്ക്. എന്നാൽ മുൻ ക്ലാസ്സിൽ നിങ്ങൾ പരിചയപ്പെട്ട നാടുവാഴിത്ത വ്യവസ്ഥയുടെ വളർച്ച ഈ സഭകളുടെ പ്രവർത്തനത്തെ പരിമിതപ്പെടുത്തി. അതായത് നാടുവാഴികൾ ഉണ്ടായപ്പോൾ എന്തു പറ്റി? ഈ പറയുന്ന സഭകളും ഊരുകളുടെയൊക്കെ എന്ത് ചെയ്തു? ഇതിനെ മാറ്റിയതാണ് പറയുന്നത്. നമ്മൾ പഠിച്ചതാണിത്. നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള നാടുവാഴിത്ത വ്യവസ്ഥയുടെ വളർച്ച ഈ സഭകളുടെ പ്രവർത്തനത്തെ പരിമിതപ്പെടുത്തി. അതായത് സഭകൾക്കുള്ള അധികാരപരിധി എന്ത് ചെയ്തു? അത് പരിമിതപ്പെടുത്തുന്ന ഒരു പരിപാടിയായി. ഈ പറയുന്ന എന്താണ്? ഈ നാടുവാഴിത്ത വ്യവസ്ഥ വന്നതോടുകൂടി സഭകളുടെയൊക്കെ അധികാരം പരിമിതപ്പെട്ടു. ചോളരാജ്യത്തെ സമൂഹം ഒരു സമത്വാധിഷ്ഠിത സമൂഹമായിരുന്നില്ല. നമുക്ക് പണ്ടേ അറിയാമല്ലോ. അത് അവിടെ സമത്വം എന്തായാലും വരത്തില്ല. കാര്യം ബ്രാഹ്മണന്മാരുടെ ഭൂമി കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഒരു വില നൽകുന്നില്ല. പിന്നെ എങ്ങനെയാണ് സമത്വം ഉണ്ടാകുന്നത് അവിടെ? അപ്പോൾ എന്താ? ചോളരാജ്യത്തെ സമൂഹം ഒരു സമത്വാധിഷ്ഠിത സമൂഹമായിരുന്നില്ല. ജാതി വ്യവസ്ഥയും നിരവധി ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്നു. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിലെ ഏറ്റവും ഉന്നത വിഭാഗം. സ്വതന്ത്രമായ കൃഷിഭൂമിയില്ലാത്ത കർഷക തൊഴിലാളികളും അടിമവേല ചെയ്യുന്നവർ നിരവധി ഉണ്ടായിരുന്നു. ഇത് ഏതൊരു നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന 8, 9, 5, 6 ആ കാലഘട്ടം എവിടെ എടുത്ത് നോക്കിയാലും നമുക്ക് ഈ ഒരു സാമൂഹിക സ്ഥിതി കാണാൻ പറ്റുന്നതാണ്. അവിടെ സമത്വമുള്ള ഒരു സമൂഹമല്ല നിലനിന്നിരുന്നത്. അവിടെ പലതരത്തിലുള്ള ഉച്ചനീചത്വങ്ങളും ജാതി വ്യവസ്ഥയും എല്ലാം നിലനിന്നിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് ബ്രാഹ്മണർക്കായിരുന്നു. പിന്നെ രാജഭരണമാണെങ്കിൽ രാജാവിനാണ് പരമാധികാരം. അതിൻ്റെ താഴെ വരുന്ന അധികാരം പറയുന്നത് ഈ പറയുന്ന ബ്രാഹ്മണർക്കാണ്. കർഷകർക്കും കർഷകളെന്ന് പറയുന്നതും അടിമകളെന്ന് പറയുന്നതും ഏകദേശം ഒരേപോലെയാണ് കണക്കാക്കിയിരുന്നത്. ഇവരുടെ ഭൂമിയിൽ പണിയെടുക്കുക, അവർക്ക് വേണ്ടി അധ്വാനിക്കുക, അവർക്ക് വേണ്ടി ജനിക്കുക, പണിയെടുക്കുക, മരിക്കുക എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഈ പറയുന്ന കർഷകർ എന്ത് ചെയ്യുന്നത് കണക്കാക്കിയിരുന്നത്. അതിനി ഏത് കാലഘട്ടം അല്ലെങ്കിൽ ഏത് എംപയർ എടുത്ത് നോക്കിയാലും അങ്ങനെ ഒരു സ്ഥിതിയാണ് കാണുന്നത്. അതിന് ഡിഫറൻ്റ് ആയിട്ടൊരു സ്ഥിതി വന്നിട്ടില്ല. ഓക്കെ, ആധുനിക കാലത്തെ ഭരണ സമ്പ്രദായമായി താരതമ്യം ചെയ്യുമ്പോൾ ചോളന്മാരുടെ ഭരണം എത്രമാത്രം കാര്യക്ഷമമായിരുന്നത് വിലയിരുത്താൻ എന്താണ് വല്ല കണക്ഷനും ഉണ്ടോ നോക്കട്ടെ. എന്താണ് ഇവിടെ ചോള ഭരണത്തിൻ്റെ നികുതികളെന്ന് പറയുമ്പോൾ ഭൂനികുതി ഉണ്ടായിരുന്നു, വനങ്ങളുണ്ടായിരുന്നു, ഖനികൾക്ക് അവർ നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തൊഴിൽ നികുതി, കച്ചവട നികുതി അത് ഉണ്ടായിരുന്നു. പിന്നെ വെറ്റി എന്ന് പറയുന്ന വേതനമില്ലാത്ത അധ്വാനം എന്ത് ചെയ്തിട്ടുണ്ട് ഇവരിലുണ്ട്. സൈന്യത്തിന് അവർക്ക് നാവികപ്പട ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ശക്തമായ സൈന്യവും ഉണ്ടായിരുന്നു. ഗ്രാമഭരണം എന്ന് പറയുന്നത് ഊരുകളും സഭകളും വഴിയായിരുന്നു. ഊരുകളെന്ന് പറയുമ്പോഴത്തേക്ക് ജനങ്ങളുടെ ഊരുകൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പൊതുസഭയും സഭ എന്ന് പറയുന്നത് എന്തെന്നാണ്? നമ്മുടെ ബ്രാഹ്മണ ഗ്രാമങ്ങളുടെ മുതിർന്നവരുടെ സഭയാണ് അങ്ങനെ പറയുന്നത്. നികുതികളെന്ന് പറയുമ്പോൾ ഒരുപാടെണ്ണം ഉള്ളതുകൊണ്ടാണ് എഴുതാത്തത്. നാവികപ്പടയൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. ഇനി ചോളന്മാരുടെ ഭരണവും നമ്മുടെ എന്താണ് ആധുനിക പ്രദേശങ്ങളിലെ സ്വയംഭരണ സമ്പ്രദായം എങ്ങനെയാണ്? സമത്വാധിഷ്ഠിത സമൂഹമായിരുന്നില്ല. ഇവിടെ സമത്വാധിഷ്ഠിത സമൂഹമാണല്ലോ ഇപ്പോൾ കറണ്ട്ലി. എല്ലാവർക്കും ഇവിടെ അവരുണ്ട്. അപ്പോൾ എന്താണ് ആര് പണിയെടുക്കുന്നു അവർക്ക് ജോലി മീൻസ് വേതനം ലഭിക്കുന്നുണ്ട്. പണിയെടുക്കുന്ന ആർക്കും വേതനം കൊടുക്കാത്ത ഒരു സ്ഥിതി ഇപ്പോൾ ഇല്ല. അപ്പോൾ എന്താണ്? സമത്വാധിഷ്ഠിത സമൂഹമാണ്. ഓക്കെ, സമൂഹമാണ് ഇപ്പോൾ കറണ്ട്ലി.
ഇനി ഗ്രാമം സ്വയംഭരണം നിലനിന്നിരുന്നു. ഓരോ ഗ്രാമങ്ങളിലെയും ഭരണം ആ ഗ്രാമം തന്നെയാണ് നിർവഹിച്ചുകൊണ്ടിരുന്നത്. അതിനാണ് ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതായത് ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഒക്കെ പറഞ്ഞ് പഞ്ചായത്ത് തല. സമൂഹത്തിൽ ഉച്ചനീതിത്വങ്ങൾ നിലനിന്നിരുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഉച്ചനീതിത്വങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. പക്ഷേ വേറെ പലതരത്തിലുള്ള നീതിത്വങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. അതായത് അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്നു, അതുപോലെ ജാതി വ്യവസ്ഥ, ഇതൊന്നും എന്ത് ചെയ്തില്ല, ഇതൊന്നും അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല നിലനിൽക്കുന്നത്. എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ഇല്ല എന്നല്ല, ജാതി വ്യവസ്ഥ ആയാലും നമ്മൾ പുറമേ കാണുന്നില്ലെന്നേ ഉള്ളൂ, നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അതങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ബാക്കി വായിച്ചു നോക്കാം. ചാലൂക്യർ, അടുത്ത ആളെത്തി. ആരാ? ചാലൂക്യർ. നമ്മൾ ഇത്രയും നേരം ആരാ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്? ചോളന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. അടുത്ത ആൾക്കാർ വരുവാണ് ചാലൂക്യന്മാർ. ആരാണ്? കർണാടകത്തിലെ വാദാബിയിൽ ബദാമി പാറ വെട്ടിയെടുത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ റോക്ക് കട്ട് ടെമ്പിൾ ചിത്രമാണ് വന്നിട്ടുള്ളത്. അതെ, പാറ വെട്ടിയെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടെമ്പിളാണ് കേട്ടോ. ഇവര് ആർക്കിടെക്ചർ ഒന്നും നമുക്കൊന്നും പറയാനില്ല, വിഷയമാണ്. എന്തുവാ? വാദാബിയിലെ ക്ഷേത്രമാണ് കൊടുത്തേക്കുന്നത്. എന്തുവാ? CE 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിലും ഡെക്കാനിലുമായി ഭരണം നടത്തിയിരുന്ന ചാലൂക്യരാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ എവിടാണ്? ഏകദേശം ഏത് സമയോടെ? CE 6 തൊട്ട് നമ്മുടെ 11 അല്ലേ 12 CE 12 വരെ, 6 തൊട്ട് 12 വരെ. നമ്മുടെ ചോളന്മാരുടെ ഭരണം ഏത് തൊട്ടായിരുന്നടെ? 9 തൊട്ട് 13 വരെ എങ്ങാണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം കാലഘട്ടത്തിൽ തന്നെയാണ് എന്ത് ചാലൂക്യന്മാർ വന്നേക്കുന്നത്. നമുക്ക് ആ പഴയ മാപ്പ് എടുത്ത് നോക്കാം. എവിടെ? അപ്പം ഏതായിരുന്നടെ? 6 തൊട്ട് 12 വരെ. ഈ ചാലൂക്യ ഡൈനാസ്റ്റി കാണുന്നുണ്ടോ? കണ്ടോ? അതായത് ഈ കളറിൽ കാണുന്നില്ലേ, ഇതാണ് ചാലൂക്യന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ആറാം നൂറ്റാണ്ട് സമയത്ത് ഇവിടെ പാണ്ഡ്യന്മാരായിരുന്നു, ഇവിടെ പല്ലവന്മാരുമായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 7ആയപ്പോൾ എന്തായി? ഇവിടെ പല്ലവന്മാർ തന്നെ, ഇത് പാണ്ഡ്യന്മാർ തന്നെ. ഇതിൻ്റെ ഇടയ്ക്കാര്? വെസ്റ്റ് ഗംഗ ഡൈനാസ്റ്റി. ഇതിൻ്റെ മുകളിലാരാ? ഈ സാധനം ഒരു വെയിറ്റ്. അയ്യോ, പോയോ? ഇല്ല, പോയിട്ടില്ല. ഇപ്പൊ കാണുന്നുണ്ടല്ലോ, ഇത് 7-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ഇവിടെ പല്ലവാസ്. ഇതാരായിരുന്നു? തെളിഞ്ഞു വരുന്നില്ലല്ലോ. ഇത് ചാലൂക്യ ഡൈനാസ്റ്റി. ഇതാണ്ട് ഈ ഭാഗത്ത് ചാലൂക്യാണ്. വീണ്ടും 800 ആകുമ്പോഴത്തേക്ക് എന്തായി? 800 ആയപ്പോൾ ചേഞ്ച് ഒന്നുമില്ല. 900 ആയപ്പോഴത്തേക്ക് ചോള എംപയർ വന്നുണ്ട്. ഇവിടെ ചോള എംപയർ 900-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മുകളിൽ പല്ലവ ഉണ്ട്, താഴെ ആരുണ്ട്? പാണ്ഡ്യന്മാരുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ എന്താണ്? രാഷ്ട്രകൂട ഡൈനാസ്റ്റി ആയിട്ട് മാറി. എന്നിട്ട് ഇപ്പുറത്തോട്ട് വീണ്ടും വരുമ്പോഴത്തേക്ക് രാഷ്ട്രകൂടന്മാർ, വെസ്റ്റ് ഗംഗ ഡൈനാസ്റ്റി 12 വരെ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. വെസ്റ്റേൺ ചാലൂക്യ, വീണ്ടും പേര് മാറി, വെസ്റ്റേൺ ചാലൂക്യയായി. 13 വരെ എങ്ങാണ്ടാണ് പറഞ്ഞേക്കുന്നത്. 11 വരെ ചോള എംപയർ. ഇതാണ് ഈ കാലഘട്ടമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തുവാ? ഇവിടെ ചോള എംപയർ ആണ്. ഇതിൻ്റെ ഇപ്പർ സൈഡിൽ, അതായത് ഇവിടെ ദക്ഷിണേന്ത്യയിലെ കുറച്ച് ഭാഗവും നമ്മുടെ ഡെക്കാൻ ഏരിയ ആണ്. ഡെക്കാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഇതാണ്. ഓക്കെ, ഡെക്കാൻ പീഠഭൂമി നമ്മൾ പഠിച്ചില്ലേടേ? ആ ഒരു ഏരിയയാണ്. ഇങ്ങനെയല്ലേ ഡെക്കാൻ പീഠഭൂമി പറയുന്നത്, ട്രയാങ്കിൾ റീജിയനിൽ. ആ ഏരിയയിലാണ് ഈ പറഞ്ഞ ചാലൂക്യ എംപയർ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലേ? ഇവിടെ എന്താ കാലചുരിസ് ഓഫ് ത്രിപുരി, ഓരോ പഴയ എംപയറാ, പാല എംപയർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഈ പറയുന്ന എന്താണ് നമ്മുടെ ഒരു 6 to 11 അല്ലേ? 6 to 11 അല്ലേ? 6 to 12 ചാലൂക്യ എംപയർ എവിടെ ആയിരുന്നു എന്നുള്ളത് പിക്ചർ കണ്ടല്ലോ. ഇനി ഇവരിൽ പിക്ചർ വല്ലതും ഉണ്ടോ അതെന്നുള്ള നമുക്ക് നോക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 12-ാം നൂറ്റാണ്ട് വരെയാണ് ദക്ഷിണേന്ത്യയിലും ഡെക്കാനിലുമായിട്ട് ഭരണം നടത്തിയവരാണ് ആര്? ചാലൂക്യന്മാരെന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? ജൈന ശൈവ വൈഷ്ണവ പ്രതിഷ്ഠകളാണ് ഇത്തരം ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നത്. ജൈന ശൈവ ശൈവ വൈഷ്ണവയൊക്കെ അറിയാലോ. ശിവനെ ആരാധിച്ചിരുന്നവര്, വിഷ്ണുവിനെ ആരാധിച്ചിരുന്നവര്, ജൈന മതത്തിൽ വിശ്വസിച്ചിരുന്നവര്, അവരാണ് ജൈനർ എന്ന് പറയുന്നത്. ശൈവ എന്ന് പറയുമ്പോൾ ശിവനെ ആരാധിച്ചിരുന്നത്, വൈഷ്ണവ എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ ആരാധിച്ചിരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള മറ്റേ തമിഴകം, പ്രാചീന തമിഴകം എന്ന് പറഞ്ഞ് പഠിച്ച സമയത്ത് എങ്ങാണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. തമിഴ്നാട്ടിലാണ് ഇത് കൂടുതലായിട്ട് ഈ ശൈവ വൈഷ്ണവന്മാർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന ക്ഷേത്രത്തിൽ, അതായത് ഈ ചാലൂക്യന്മാരുടെ ക്ഷേത്രത്തിൻ്റെ, വാദാബിയിലെ ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ജൈന ശൈവ വൈഷ്ണവ പ്രതിഷ്ഠകളാണ് ഇത്തരം ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ബാക്കി വായിച്ചു നോക്കാം. ഈ കാലഘട്ടത്തിൽ ചാലൂക്യർ നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ഇവരെന്ത് ചെയ്തു? ഒരുപാട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ആദ്യഘട്ടത്തിൽ ഇവർ പാറക്കല്ല് വെട്ടിയെടുത്തുള്ള ഗുഹാക്ഷേത്രങ്ങളാണ് നിർമ്മിച്ചിരുന്നതെങ്കിൽ പിന്നീട് ഘടനാ ക്ഷേത്രങ്ങളായിരുന്നു നിർമ്മിച്ചത്, അതായത് സ്ട്രക്ചേർഡ് ടെമ്പിൾസ്.
അതായത് ആദ്യം അവർ പാറ കല്ലിന്ന് വെട്ടിയിട്ട് ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. പിന്നെ അവരെന്ത് ചെയ്തു? സ്ട്രക്ചേർഡ് ടെമ്പിൾസ് അഥവാ ഘടനാപരമായിട്ടുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. പിന്നെ കർണാടകത്തിലെ ഐഹോളിലെ മെഗുട്ടി ജൈനക്ഷേത്രം, അതുപോലെ പട്ടടയ്ക്കലിലെ വീരൂപാക്ഷ ക്ഷേത്രം എന്നിവ ചാലൂക്യരുടെ ഘടനാക്ഷേത്രങ്ങൾക്ക് ഉദാഹരണമാണ്. കർണാടകയിലെ ഐഹോളിയിലെ മെഗുട്ടി ജൈനക്ഷേത്രം, മെഗുട്ടി ജൈനക്ഷേത്രമാണ് കർണാടക, മെഗുട്ടി ജൈനക്ഷേത്രം കർണാടക. അതുപോലെ പട്ടടയ്ക്കലിലെ വീരൂപാക്ഷ ക്ഷേത്രം എന്നിവ ചാലൂക്യന്മാരുടെ ഇതാണ്. പട്ടടയ്ക്കൽ വീരൂപാക്ഷ ക്ഷേത്രം, വീരൂപാക്ഷ ടെമ്പിൾ എവിടെയാണെന്ന് പറഞ്ഞത്? കർണാടക ആയിരിക്കും. വീരൂപാക്ഷ ടെമ്പിൾ കർണാടക തന്നെ, വീരൂപാക്ഷ ടെമ്പിൾ. പിന്നെ ഏതാ പറഞ്ഞത്? പേര് ഐഹോളിലെ മെഗുട്ടി ജൈനക്ഷേത്രം, മെഗുട്ടി ജൈനക്ഷേത്രം, മെഗുട്ടി ജൈൻ ടെമ്പിൾ, ഐഹോൾ. കർണാടക തന്നെ, കർണാടക. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം കർണാടകയിലുള്ളതാണ്. അത് ആരാ ഉണ്ടാക്കിയത്? ചാലൂക്യന്മാരാണേ. ഘടനാപരമായിട്ടുള്ള നിർമ്മാണ രീതിയിലാണ് ഉള്ള ക്ഷേത്രങ്ങളാണ്, ഘടനാപരമായിട്ടുള്ള. ഇതെങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ആർക്കിടെക്ചർ. ഓക്കെ, ക്ഷേത്രങ്ങളിൽ അവയുടെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന തൂണുകളിൽ കൊത്തുപണികളും കാണാവുന്നതാണ്. അതായത് കൊത്തുപണികളുള്ള തൂണുകളിലാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ പറയുന്ന മേൽക്കൂരകളെ താങ്ങി നിർത്തിയേക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ചാലൂക്യരുടെ ക്ഷേത്രങ്ങൾ ഗുപ്ത ശൈലിയിൽ നിന്ന് രൂപപ്പെട്ട് വന്നതാണെങ്കിലും ദക്ഷിണേന്ത്യയിലെ പ്രാദേശിക പാരമ്പര്യ ശൈലിയായ ദ്രാവിഡ ശൈലിയാണ് ഇവയിൽ പ്രതിഫലിച്ചത്. അതായത് ഗുപ്ത ശൈലിയിലുള്ള ക്ഷേത്രങ്ങളുണ്ട്, പക്ഷെ അതിൽ നിന്ന് രൂപപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട് എങ്കിലും കൂടുതലും എന്താണ്? ദ്രാവിഡ ശൈലിയാണ് ഇതിൽ പ്രതിഫലിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. പാറക്കല്ലുകൾ കൊണ്ടുള്ള നിർമ്മിതിയായിരുന്നു ദ്രാവിഡ വാസ്തുവിദ്യാശൈലിയുടെ മുഖ്യ സവിശേഷത. പാറക്കല്ല് കൊണ്ടിട്ടുള്ള നിർമ്മിതിയാണ് ഈ പറയുന്ന ദ്രാവിഡ ശൈലിയുടെ പ്രത്യേകത. സഹ്യപർവ്വതത്തിൽ നിന്നും ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും യഥേഷ്ടം പാറ ലഭിച്ചു. അതായത് ഇവരെവിടാണ്? ഈ പറയുന്ന ഡെക്കാൻ മേഖലയിലല്ലേ ഈ പറയുന്ന ചാലൂക്യരുള്ളത്. അപ്പോൾ അവർക്ക് എന്താണ്? ഈ പറയുന്ന സഹ്യപർവ്വതത്തിൽ നിന്നും ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നുമൊക്കെ ഇഷ്ടംപോലെ പാറ ലഭിച്ചിട്ടുണ്ട്. പ്രകൃതിദത്തമായ പാറ കൊണ്ട് സമർത്ഥരായ ശില്പികൾ മനോഹരങ്ങളായ ക്ഷേത്രങ്ങൾ എന്ത് ചെയ്തു? കൊത്തിയെടുത്തു. അപ്പോൾ വെറുതെ പാറ ഒരുപാട് കിട്ടുമല്ലേ, അപ്പോൾ അതെടുത്തിട്ട് എന്തുണ്ടാക്കാം? ക്ഷേത്രം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പാറക്കല്ലുകളിൽ എന്തുണ്ടാക്കി? ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. അതിന് എക്സാമ്പിളാണ് ഈ വീരൂപാക്ഷ ക്ഷേത്രം, പട്ടടയ്ക്കൽ, കർണാടക. അതുപോലെ തന്നെ ഐഹോളിലെ മെഗുട്ടി ജൈനക്ഷേത്രം, കർണാടക. ഓക്കെ, ദക്ഷിണേന്ത്യയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ചാലൂക്യരുടെ ക്ഷേത്ര നിർമ്മാണത്തിൽ. അതായത് ദക്ഷിണേന്ത്യയുടെ ഭൂമിശാസ്ത്രം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണല്ലേ? നമ്മളെ ഏറ്റവും ഇവരുടെ കണക്ക്, അതായത് ഇവിടെ പിക്ചർ എടുക്കാം, ഇവരുടെ പൊസിഷൻ താണ്ട ഈ ഭാഗത്താണ്. ഇതിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തുണ്ട്? നമ്മുടെ പശ്ചിമഘട്ടം സഖ്യപർവ്വത അതുണ്ട്, പശ്ചിമഘട്ട മലനിരകളുണ്ട്. ഓക്കെ, പിന്നെ എന്തുവാ ഉള്ളത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വിന്ധ്യാസ്തപുര ഉണ്ട്. ഇങ്ങോട്ടാണെങ്കിൽ ആരവില്ല, അത് അങ്ങോട്ട് വരുന്നില്ല. ഇവിടെ വിന്ധ്യാസ്തപുര നിരകളുണ്ട്, വേറെയൊക്കെ 2-3 നിരകളുണ്ട്. ഓക്കെ, അതിൽ നിന്നൊക്കെ ഇവർക്ക് എന്താണ്? സമ്പന്നമായിട്ട് പാറക്കല്ലുകൾ ലഭിക്കുന്നത്. നമ്മൾ മറ്റേ ജോഗ്രഫിക്കകത്ത് പഠിച്ചതല്ലേ ഇതിൻ്റെ ഭൂപ്രകൃതി. നമ്മൾ പീഠഭൂമി വരെ കണ്ട പഠിച്ചില്ലേ? അപ്പോൾ ആ പീഠഭൂമി പ്രദേശത്താണ് ആര് നിൽക്കുന്നത്? ഈ പറയുന്ന ചാലൂക്യന്മാരുടെ സ്ഥലം അല്ലെങ്കിൽ ചാലൂക്യന്മാരുടെ സാമ്രാജ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു പൊസിഷനിൽ അവർക്ക് ഈസിയാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ആ ഈസി ആയിട്ടുള്ള സാധനം എടുത്ത് യൂസ് ചെയ്ത് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇനി ഇത്രയും ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ചാലൂക്യന്മാർക്ക് സാധിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിഭവങ്ങൾ, തൊഴിലാളികൾ, സമ്പത്ത് എന്നിവ എങ്ങനെയെല്ലാമായിരിക്കും ഇവർ സമാഹരിച്ചിട്ടുണ്ടാവുക? അപ്പോൾ എങ്ങനെ ഇവർ ഇത്രയും ക്ഷേത്രം ഉണ്ടാക്കി? അതിനുള്ള തൊഴിലാളികളെ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? അതിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ഇവർക്ക് എങ്ങനെ കിട്ടി? ഇതിനുള്ള സമ്പത്ത്, തൊഴിൽ ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കണ്ടേ? അപ്പോൾ ആ സമ്പത്ത് എങ്ങനെ അവർ സമ്പാദിച്ചു? അതാണ് ഇനി പറയാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. അഡീഷണൽ വല്ലതും ഉണ്ടോ നോക്കട്ടെ. നമ്മൾ പറഞ്ഞതാണ് ചാലൂക്യന്മാർ, അതിൻ്റെ ബാക്കിയാണെന്ന് തോന്നുന്നു. ബാക്കി പറഞ്ഞിട്ട് പറയാം. അപ്പോൾ എന്താണ്? ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ പാറക്കല്ലുകൾ ലഭ്യമായതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തല്ലോ. അതായത് ആ സഖ്യപർവ്വത നിരയെന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫലഭൂഷ്ടമായ ഡെക്കാൻ പ്രദേശത്തെ കൃഷിയിൽ നിന്നാണ് ഇവർ സമ്പത്ത് സ്വരൂപിച്ചത്. ഡെക്കാൻ പ്രദേശം കൃഷിക്ക് അനുയോജ്യമാണെന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ? ഡെക്കാൻ റാപ്പ് മേഖല, മറ്റേ
കറുത്ത പരുത്തി മണ്ണ് കൂടുതൽ കാണപ്പെടുന്ന മേഖലയാണ്, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മേഖലയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേഖലയിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്ത് ആ സമ്പത്ത് സ്വരൂപിച്ചിട്ടുണ്ട്. പിന്നെ കൃഷ്ണ ഗോദാവരി തടങ്ങളിലെ കൃഷിയിലൂടെ അവർ മിച്ചോൽപാദനം നടത്തി. അതായത് കൃഷ്ണ ഗോദാവരി നദികൾ ഒഴുകുന്നത് ഈ പ്രദേശത്ത് കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ പഠിച്ചതാണ്. ഏതാണ്, നമ്മൾ ജോഗ്രഫി പഠിച്ചതാണ്. ഇതെല്ലാം ഇങ്ങനെ ഇൻ്റർ കണക്ട് ചെയ്താണ് പറയുന്നത്. നമ്മളൊരു ഡൈനാസ്റ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു 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 രാജവംശത്തെ പറ്റി പറയുമ്പോൾ അത് അവരെന്തൊക്കെ ഫാക്ടേഴ്സ് അവരെ ബാധിച്ചിരുന്നു എന്ന് പറയുമ്പം അവരെ ബാധിക്കാൻ ചാൻസ് ഉള്ള ഫാക്ടേഴ്സിൽ എന്ന് പറയുന്നത് നദികളാണ്. അപ്പോൾ നദികൾ ഏതൊക്കെ നദികളാണ്, ഏതൊക്കെ സൈഡിൽ കൂടിയാണ് പോകുന്നത്, അത് ഉപദ്വീപീയ നദികളാണോ ഹിമാലയൻ നദികളാണോ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അത് വെച്ച് നമ്മൾ ഐഡിയ ഉണ്ടാക്കി എടുത്തോണം. ഓക്കെ, കൃഷ്ണ ഗോദാവരി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉപദ്വീപീയ നദികളിൽ പഠിച്ചതാണ്. അത് ഈ ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത്. അപ്പോൾ ആ നദീതടങ്ങളിലൂടെ അവിടെ ആ നദീതടങ്ങളിൽ ചെയ്ത കൃഷിയാണ് മിച്ചോൽപാദനത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. മിച്ചോൽപാദനം പുറത്തു നിന്നും തൊഴിലാളികളെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കാൻ സാഹചര്യം ഒരുക്കി. മിച്ചോൽപാദനം ഉണ്ടാകുമ്പോൾ എന്താണ്, നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ എന്തുണ്ടായെന്നാണ്, വിളവുണ്ടായെന്നാണ്. അപ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാം, അത് വിറ്റ് പണമാക്കാം, കച്ചവടത്തിലേക്ക് നീങ്ങാം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ തൊഴിലാളികളെ എന്ത് ചെയ്യാം, കൊണ്ടുവന്ന് പണിയെടുപ്പിക്കാം. അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്തത്, ഈ പണിയെടുപ്പിക്കാനുള്ള തൊഴിലാളികളെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. മുൻ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട ചോളന്മാരുടേതുപോലെ ഒരു കേന്ദ്രീകൃത രാജവാഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള എന്തല്ല, ഒരു രാജവാഴ്ച അല്ല ഇവിടെ ഉണ്ടായിരുന്നത്, ചാലൂക്യന്മാരുടെ കേസിലുണ്ടായിരുന്നത്. ആ ചാലൂക്യന്മാരുടെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. അതായത് കേരളത്തിൻ്റെ കുറച്ച് ഭാഗത്തുണ്ടായിരുന്നു. അതുപോലെ ഇത് ഏതായിരുന്നു, ഇത് കർണാടകയാണ്, ഇത് കേരളയാണ്, ഇത് പഴയ ആന്ധ്രാപ്രദേശാണ്. അതായത് ഇങ്ങനെ പോകുന്നവരുടെ ആന്ധ്രാപ്രദേശ്, ഇപ്പോൾ കറണ്ട് ആന്ധ്രാപ്രദേശാണ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എങ്ങാണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ആന്ധ്രാപ്രദേശ്, അതുപോലെ ഇത് തെലങ്കാന ആയിരിക്കും. ഇതിപ്പോൾ എന്താണ്, ഇത് മഹാരാഷ്ട്രയാണ്, പിന്നെ ഇത് നമ്മുടെ ഗുജറാത്ത്, ഇത് നമ്മുടെ മധ്യപ്രദേശ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്താണ് എന്ത് നിലനിന്നിരുന്നത്, ഈ പറയുന്ന നമ്മുടെ ചാലൂക്യന്മാരുടെ സാമ്രാജ്യം നിലനിന്നിരുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലേ. പിന്നെ എന്തോ പറഞ്ഞേക്കുന്നത്, അപ്പോൾ ഇവരുടേത് ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള രാജവാഴ്ചയല്ല, ഒരാളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കേന്ദ്രീകൃത ഭരണം അല്ലായിരുന്നു. ഇവിടെ എങ്ങനെയാത്ത ഭരണമായിരുന്നു നോക്കാം, ഇവിടെ ഉണ്ടായിരുന്നു. മറിച്ച് ക്ഷേത്രങ്ങൾ, ബ്രഹ്മദേയ ഭൂമികളുടെ ഉടമകളായ ബ്രാഹ്മണർ, സാമന്തന്മാർ എന്നിവരാൽ നിയന്ത്രിതമായ ഒരു രാജവാഴ്ചയാണ് ഇവിടെ നിലനിന്നിരുന്നത്. അതായത് രാജാവല്ല ഇവിടെ ഭരിച്ചിരുന്നത്, പകരം ആരാ, ക്ഷേത്രങ്ങൾ ഭരണം നടത്തിയിരുന്നു. അതുപോലെ ബ്രഹ്മദേയ ഭൂമിയുടെ ഉടമകൾ, ബ്രഹ്മദേയ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ഭൂമിയാണ്. ആ ഭൂമിയുടെ ഉടമകളായിട്ടുള്ള ബ്രാഹ്മണർ എന്ത് ചെയ്തിരുന്നു, ഭരണം നടത്തിയിരുന്നു. പിന്നെ സാമന്തന്മാർ എന്ന് പറഞ്ഞാൽ ഇവർ കീഴടക്കുന്ന പ്രദേശമില്ലേ, ആ കീഴടക്കുന്ന പ്രദേശത്തിൻ്റെ രാജാവിനെ ഒരു സാമന്തരാക്കും. എന്നിട്ട് ആ സാമന്തർ എന്ത് ചെയ്തിരുന്നു, അവർ ആ പ്രദേശത്തിൽ ഭരണം നടത്തിയിരുന്നു. ഇതേ സെയിം രീതിയിൽ വേറെ ആരും എവിടെയോ ഭരണം നടത്തിയിട്ടുണ്ട്, നമ്മൾ പ്രീവിയസ്ലി പഠിച്ചെടുത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയാണ് ഇവിടെ നിലനിന്നിരുന്നത്. സാമന്തന്മാർ എന്നിവരാൽ നിയന്ത്രിതമായ ഒരു രാജവാഴ്ചയാണ് ഇവിടെ നിലനിന്നിരുന്നത്, ഈ പറഞ്ഞ ചാലൂക്യന്മാരുടെ ഭരണകൂടത്തിൽ നിലനിന്നിരുന്നത്. അതിനാൽ തന്നെ അധികാര കേന്ദ്രങ്ങൾ മാറി വന്നുകൊണ്ടിരുന്നു. അധികാര കേന്ദ്രം എന്താണ്, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഏതൊക്കെ, വാതാപി, വെങ്കി, കല്യാണി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ചാലൂക്യർ CE 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ എന്ത് ചെയ്തത്, ഭരണം നടത്തിയത്. അതായത് ഇവരുടെ അധികാര കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. വാതാപിയുണ്ട്, വെങ്കിയുണ്ട്, കല്യാണി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവർ ഭരണം നടത്തിയിരുന്നതാണ് പറയുന്നത്. ഇത് മാപ്പ് നോക്കിയിട്ട് സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി കേന്ദ്രീകൃതമായ നികുതി സമ്പ്രദായവും സംഘടിതമായ ഉദ്യോഗസ്ഥ വൃന്ദവും ഉണ്ടായിരുന്നെങ്കിലും സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ പ്രഭുക്കന്മാരെ കേന്ദ്രീകരിച്ചാണ് ഭരണം നിലനിന്നിരുന്നത്. അപ്പോൾ കേന്ദ്രീകൃത നികുതി സമ്പ്രദായം, നികുതിയൊക്കെ എന്തായിരുന്നത്, കേന്ദ്രീകൃതമായിരുന്നു. എല്ലാവരും നികുതി ആർക്ക് അടയ്ക്കണം, രാജാവിന് അടയ്ക്കണം. അല്ലെങ്കിൽ നികുതി സമ്പ്രദായത്തിൽ ഒരു കേന്ദ്രീകൃത വ്യവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലെ സംഘടിതമായ ഉദ്യോഗസ്ഥ വൃന്ദവും ആർക്കുണ്ടായിരുന്നു, ഈ പറയുന്ന രാജാവിന് അല്ലെങ്കിൽ നമ്മുടെ ചാലൂക്യ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നു. എങ്കിലും എന്താണ്, സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ പ്രഭുക്കന്മാരെ കേന്ദ്രീകരിച്ചാണ് ഭരണം നിലനിന്നിരുന്നത്. സൈനിക ശക്തി കൈയാളിയിരുന്നത് ആരായിരുന്നു, ഈ പറയുന്ന പ്രഭുക്കന്മാരായിരുന്നു. അപ്പോൾ അവരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന ഭരണം നിയന്ത്രിച്ചിരുന്നത്. ഇത് എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്ത് കാര്യമില്ല. ഒരു യുദ്ധം വന്നാൽ ആരാശ്രയിക്കേണ്ടി വരും, ഈ പ്രഭുക്കന്മാർ. അവരുടെ കയ്യിലാണ് എന്തുള്ളത്, ഈ പറയുന്ന സൈനിക ശക്തി ഉള്ളത്. അപ്പോൾ അവരെയല്ലേ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവരെ പിണക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭരണം ആരുടെ കയ്യിലായി, ഈ പറയുന്ന പ്രഭുക്കന്മാരുടെ കയ്യിലായി. സ്ഥിരമായ ഒരു സൈന്യവും നിലവിൽ ഇല്ലായിരുന്നു. സ്ഥിരമായിട്ട് എന്തില്ല, സൈന്യം നിലവിലില്ലായിരുന്നു. ഓക്കെ, ചോളന്മാരുടേതുപോലെ രാജാവിൻ്റെ ഭരണത്തിൽ സഹായിക്കാൻ മന്ത്രിസഭയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാജാവിനെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറയുന്നത് ചുരുക്കം അങ്ങനെ പറയാം. ചാലൂക്യന്മാരുടെ കേസിൽ ഭരണം വികേന്ദ്രീകൃതമായിരുന്നു. അവർ ബ്രാഹ്മണന്മാരും ബ്രഹ്മസ്വത്തിൻ്റെ അവകാശികളും സാമന്തന്മാരും ഒക്കെയാണ് എന്ത് ചെയ്തിരുന്നത്, ഭരണം നടത്തിയിരുന്നത്. അതുപോലെ പ്രഭുക്കന്മാരെ അധിഷ്ഠിതമായിട്ടായിരുന്നു ഈ സൈനിക ശക്തിയിൽ അധിഷ്ഠിതം
സൈനിക ശക്തിക്കായിട്ട് രാജാവ് പ്രഭുക്കന്മാരെ ആശ്രയിച്ചത് കൊണ്ട് ഭരണം ആരുടെ കൈകളിലായി? പ്രഭുക്കന്മാരുടെ കൈകളിലായി. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ രാജാവിന് എന്തില്ല, പണിയൊന്നും ഇല്ലാന്ന് സാരം. അപ്പോൾ പുള്ളിക്ക് ഭരണം ചെയ്യേണ്ട, അതുകൊണ്ട് പുള്ളിയെ ഭരണത്തെ സഹായിക്കാൻ ആരില്ല, മന്ത്രിസഭയും ഉണ്ടായിരുന്നില്ല. രാജകുടുംബാംഗങ്ങൾ തന്നെയാണ് അധികാരം വിനിയോഗിച്ചിരുന്നത്. പുലികേശി രണ്ടാമനായിരുന്നു ശ്രദ്ധേയനായ ചാലൂക്യ രാജാവ്. പുലികേശി രണ്ടാമൻ, ആകെ ഒരാളുടെ പേര് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, എന്താണ്? പുലികേശി രണ്ടാമൻ. ചോളന്മാരെയും ചാലൂക്യന്മാരെയും നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള ഭരണം ആർക്കായിരുന്നെന്ന് നമുക്ക് പറയാം, ചോളന്മാരുടേതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചുവടെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോളന്മാരുടെയും ചാലൂക്യന്മാരുടെയും ഭരണം, കേന്ദ്രീകൃത ഭരണം ആർക്കായിരുന്നു? ചോളന്മാർക്ക് ഒരു കേന്ദ്രീകൃത ഭരണം ഉണ്ടായിരുന്നു, ചാലൂക്യന്മാർക്ക് എന്ത്? അതില്ല. സാമന്തവാഴ്ച ചോളന്മാരുടെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ല. ചാലൂക്യന്മാർക്ക് സാമന്ത വ്യവസ്ഥ ഉണ്ടായിരുന്നു. പ്രാദേശിക ഭരണം എന്തായിരുന്നു? വളരെ കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ഭരണരീതിയായിരുന്നു. ഊരുകൾ, സഭകൾ എന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു അവർ ഭരണം നടത്തിയിരുന്നു. നാടുവാഴിത്ത സമ്പ്രദായം വരുന്നത് വരെയും ചോളന്മാർ അത്തരത്തിലുള്ളൊരു ഭരണരീതിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ചാലൂക്യന്മാരുടെ കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയല്ല, ബ്രാഹ്മണന്മാർ, അതുപോലെ സാമന്തന്മാർ, അതുപോലെ ബ്രഹ്മസ്വം ക്ഷേത്രങ്ങളും ഒക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഭരണം നടത്തിയിരുന്നത്. ക്ഷേത്രങ്ങളുടെ സ്വാധീനം രണ്ട് സ്ഥലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ചാലൂക്യന്മാരുടെ കേസിൽ ക്ഷേത്രങ്ങളുടെ സ്വാധീനം കുറച്ചധികം കൂടുതലായിരുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അഡീഷണൽ വല്ലതും ഉണ്ടോ? ചാലൂക്യന്മാർ ബദാമി, കല്യാണി, വെങ്കി, അതായത് അവരുടെ എന്താണ് നമ്മുടെ തലസ്ഥാനങ്ങൾ പറഞ്ഞില്ലേ, മീൻസ് ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഭരണമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ എന്തോ ആണ്. നമുക്ക് വായിച്ചു നോക്കാം. സി 6-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെയും പിന്നീട് 10-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയും ഡെക്കാനിൽ ആധിപത്യം സ്ഥാപിച്ചവരായിരുന്നു ആര്? ചാലൂക്യന്മാർ. നമ്മൾ ആ പിക്ചർ നോക്കിയപ്പോൾ കണ്ടായിരുന്നു, അവിടെ ഇടയ്ക്ക് ഒരു സമയത്ത് ചാലൂക്യന്മാർ മാറിയായിരുന്നു, ഓർമ്മയുണ്ടോ? ചാലൂക്യന്മാർ മാറിയിട്ട് ആര് വന്നായിരുന്നു? ഇവർ പറയുന്നത് സി 6 തൊട്ട് 8 വരെയും പിന്നെ സി 10 തൊട്ട് 12 വരെ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡെക്കാനിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. നമ്മൾ ആ പിക്ചർ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ കണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ചാലൂക്യന്മാരുടെ ഇടയിൽ കൂടെ, അതായത് 8 തൊട്ട് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ രാഷ്ട്രകൂട ഡൈനാസ്റ്റി വന്നായിരുന്നു ഇടയ്ക്ക്, കണ്ടോ? ഇവിടെ നിന്ന് ആദ്യം രാഷ്ട്രകൂട, വീണ്ടും രാഷ്ട്രകൂട. അപ്പോൾ പറഞ്ഞ എന്തുവായിരുന്നു? 6 തൊട്ട് 8 വരെ എന്നല്ലേ പറഞ്ഞത്? 6 തൊട്ട് 6-ന് 5 പോയത്. 6-നകത്ത് എന്താണ് കാണിക്കുന്നില്ല? ഡൈനാസ്റ്റി ചാലൂക്യ ഡൈനാസ്റ്റി ആയിരുന്നു 6-ൽ. ഓക്കെ, 6 ചാലൂക്യ, 7-ൽ ചാലൂക്യ ആടാ. ഈ 7-ന്റെ എൻഡ് ആയപ്പോഴത്തേക്ക് എന്തായി? രാഷ്ട്രകൂട ഡൈനാസ്റ്റി ആയത്, രാഷ്ട്രകൂട. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ്? വീണ്ടും രാഷ്ട്രകൂട ഡൈനാസ്റ്റി കഴിഞ്ഞു രാഷ്ട്രകൂട തന്നെ, വീണ്ടും രാഷ്ട്രകൂട, വീണ്ടും രാഷ്ട്രകൂട. ഒരു 1000 എത്തുമ്പോഴത്തേക്ക് എന്തായി? അപ്പോൾ വെസ്റ്റേൺ ചാലൂക്യ, വീണ്ടും ചാലൂക്യായി. ഓക്കെ, 1000 ചാലൂക്യായി, വീണ്ടും ചാലൂക്യ, അതിൻ്റെ ഇടയിൽ കൂടെ വേറെ വന്നു, പിന്നെ വീണ്ടും ചാലൂക്യ. അപ്പോൾ 12 വരെ എന്ത് തന്നെയാണ്? ചാലൂക്യ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹോയ്സാല എംപയർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, പേര് മാറി. ഓക്കെ, 12, അതായത് 12-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് മാറി, അതാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ 6 to 8 വരെയും സി 6-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെയും പിന്നീട് 10-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ എന്തായിരുന്നു? ഡെക്കാനിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ചാലൂക്യന്മാർ ആയിരുന്നു. ഇവർ 3 വിഭാഗങ്ങളായാണ് എന്ത് ചെയ്യുന്നത്? നിലനിന്നിരുന്നത്. ആദ്യത്തെ പടിഞ്ഞാറൻ ചാലൂക്യന്മാരുടെ ആസ്ഥാനം ബദാമി അഥവാ വാദാബി ആയിരുന്നു. അപ്പോൾ ബദാമി എന്ന് പറയുമ്പോൾ വാദാബി ആയിരുന്നു ആരുടേത്? പടിഞ്ഞാറൻ ചാലൂക്യന്മാരുടെ ആസ്ഥാനം. പിന്നെ രാഷ്ട്രകൂടരാണ് ഇവരെ പുറത്താക്കിയത്, അത് നമ്മൾ കണ്ടല്ലോ, രാഷ്ട്രകൂടന്മാർ വന്നു. പിന്നീട് പിൽക്കാലത്ത് പടിഞ്ഞാറൻ ചാലൂക്യന്മാരുടെ ആസ്ഥാനം കല്യാണി ആയിരുന്നു. ഇവർ രാഷ്ട്രകൂടരെ പുറത്താക്കി ആധിപത്യം സ്ഥാപിച്ചു. കിഴക്കൻ ചാലൂക്യരുടെ ആസ്ഥാനം വെങ്കിയായിരുന്നു. അപ്പോൾ 3 തരത്തിലുള്ള ചാലൂക്യന്മാരാണ് പറയുന്നത്. ആദ്യത്തേത് പടിഞ്ഞാറൻ ചാലൂക്യര്, പിന്നെ എന്തുവായിരുന്നത്? അവരുടെ ആസ്ഥാനം ബദാബി അഥവാ വാദാബി ആയിരുന്നു. പിന്നീട് അവർ ആര് പുറത്താക്കി? അവരെ രാഷ്ട്രകൂടർ ഭരണാധികാരികൾ പുറത്താക്കി. അതിനുശേഷം എന്ത് വന്നത്? വീണ്ടും ഈ പറഞ്ഞ പടിഞ്ഞാറൻ ചാലൂക്യന്മാർ വന്നു. അപ്പോൾ അവരുടെ ആസ്ഥാനം എങ്ങോട്ട് മാറ്റി? അവർ അത് കല്യാണിയാക്കി മാറ്റി. ആരാണ്? ഈ പടിഞ്ഞാറൻ ചാലൂക്യന്മാരുടെ ആസ്ഥാനം കല്യാണിയായിരുന്നു. ആദ്യം വാദാബി ആയിരുന്നു, രാഷ്ട്രകൂടർ വന്ന് പുറത്താക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ എന്തായി? കല്യാണിയായി. ഇവർ രാഷ്ട്രകൂടരെ പുറത്താക്കി ആധിപത്യം സ്ഥാപിച്ചു പടിഞ്ഞാറൻ ചാലൂക്യർ. എന്നിട്ട് എന്താ? കിഴക്കൻ ചാലൂക്യരുടെ ആസ്ഥാനം എന്തായിരുന്നു? വെങ്കി. കിഴക്കൻ ചാലൂക്യരുടെ ആസ്ഥാനം വെങ്കിയായിരുന്നു. ഓക്കെ, അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ബദാമി അഥവാ വാദാബി, കല്യാണി, വെങ്കി. ബദാമിയും കല്യാണി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ ചാലൂക്യരുടെ ആസ്ഥാനവും വെങ്കി എന്ന് പറയുന്ന കിഴക്കൻ ചാലൂക്യരുടെ ആസ്ഥാനവുമായിരുന്നു. അതിന് ഇങ്ങനെ ഈ പറയുന്ന തലസ്ഥാനം മാറാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഈ പറഞ്ഞ നമ്മുടെ പടിഞ്ഞാറൻ ചാലൂക്യർ വാദാബിയിലായിരുന്നു ആസ്ഥാനം. അവരെ രാഷ്ട്രകൂടർ വന്ന് പരാജയപ്പെടുത്തി, അങ്ങനെ അവർ പുറത്താക്കപ്പെട്ടു. പിന്നീട് അവർ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവരുടെ ആസ്ഥാനം എന്തായി? കല്യാണി ആയി. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. നമുക്ക് ബാക്കി ചോദിച്ചു നോക്കാം. ഇനി 3 കക്ഷികൾ എന്താണ്? വേറെ വല്ലതും ഉണ്ടോ?
ഇവിടെ എന്തൊരു ഒരു പെട്ടി കൊടുത്തേക്കുന്നില്ല, എന്താണ്? ജലസേചനത്തിന് സഹായമായി, അതായത് നേരത്തെ പറഞ്ഞ കാര്യമാണെന്ന് തോന്നുന്നു. എന്തുവാണ്, ബൃഹത്തായ ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ചാലുക്യന്മാർ എങ്ങനെയെല്ലാമായിരുന്നു സമ്പത്ത്, വിഭവങ്ങൾ, തൊഴിലാളികൾ എന്നിവയെ സമാഹരിച്ചതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ക്രോഡീകരണമാണ്. എന്താണ്? ഫലഭൂഷ്ടമായ ഡെക്കാൻ പ്രദേശത്ത് കൃഷിയിൽ നിന്നാണ് അവർ സമ്പത്ത് സ്വരൂപിച്ചത്. അതുപോലെ കൃഷ്ണ ഗോദാവരി നദികൾ ജലസേചനത്തിന് സഹായകമായി. ഈ നദീതടങ്ങളിലെ കൃഷിയിലൂടെ അവർ മിച്ചോൽപാദനം നടത്തി. ഇതിന്റെ ഫലമായി പുറത്തുനിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കാൻ സാഹചര്യം ഒരുക്കി. ഇതൊക്കെ ഈ പറഞ്ഞിട്ടുണ്ട്. സഹ്യപർവ്വതത്തിൽ നിന്നും ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ പാറക്കല്ലുകൾ എന്ത് ചെയ്തു? ആർക്കും പൈസ കൊടുക്കാതെ തന്നെ ലഭ്യമായിരുന്നു. പ്രകൃതിദത്തമായ പാറ കൊണ്ട് സമൃദ്ധരായ ശില്പികൾ മനോഹരമായ ക്ഷേത്രങ്ങൾ കൊത്തിയെടുത്തു. ആദ്യഘട്ടത്തിൽ ഇത് അവർ പാറക്കല്ല് വെട്ടിയെടുത്തുള്ള ക്ഷേത്രങ്ങൾ, ഗുഹാക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. പിന്നീട് അവരെന്തായുടെ മറ്റേ ഘടനാപരമായിട്ടുള്ള ക്ഷേത്രങ്ങളും നിർമ്മിച്ചു തുടങ്ങി. അത് നമ്മൾ പറഞ്ഞതാണ്. ഇത് നമ്മൾ കണ്ടെത്തി എന്തായിരുന്നു? ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഇതെല്ലാം നമ്മൾ എഴുതിയില്ല. കേരളം ഉണ്ടായിരുന്നു, തമിഴ്നാട് എഴുതിയില്ലായിരുന്നു. വെയിറ്റ്, തമിഴ്നാട് ഇല്ലായിരുന്നു അതിൽ. തമിഴ്നാട് ഒരു ചെറിയ പോർഷൻ ഉണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി. ഇവിടെ തമിഴ്നാട് ഉണ്ട്, കേരളം ഉണ്ട് കേട്ടോ. ഇനി ഏതെങ്കിലും സ്ഥലത്തിൻ്റെ ചെറിയ ഭാഗം അങ്ങനെ വിട്ടിട്ടുണ്ടോ? ഇത് കണ്ടങ്ങാണ്ടാണെന്നുള്ളത് നോക്കട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ഗോവ എഴുതിയില്ല. തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്. ഓക്കെ, ഗോവയും വിട്ടുപോയി കാണും, കാരണം അത് കുരുട്ട് ഇതിൻ്റെ ഇടയിൽ കിടന്ന് കണ്ടുകളില്ല. അപ്പോൾ ഗോവ. ഓക്കെ, അപ്പോൾ എന്തുകൂടെ പറയാം, ചാലുക്യ സാമ്രാജ്യത്തിലുള്ള ഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു? കേരളം ഉണ്ട്, തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗമുണ്ട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ഗോവ, അതുപോലെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ, എല്ലാം ആയില്ലേ? ഓക്കെ, ഇനി കണ്ടിന്യൂ ചെയ്യാം. ത്രികക്ഷികൾ എന്താണ്? സി 5-ാം നൂറ്റാണ്ട്, ഇനി 5-ലാണ്, വീണ്ടും ബാക്കിലോട്ട് പോയി. സി 5-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബുദ്ധമത പഠന കേന്ദ്രമായിരുന്ന നളന്ദയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. നളന്ദ സർവകലാശാല എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ട്, ഇതാണ്. ഓക്കെ, ചൈനീസ് സഞ്ചാരിയായിരുന്ന ഹുയാങ് സാങ് അടക്കം നിരവധി പേർ സന്ദർശിക്കുകയും പഠനം നടത്തുകയും ചെയ്ത ഈ വിശ്വവിജ്ഞാന കേന്ദ്രം പിൽക്കാലത്ത് തകർച്ചയെ നേരിട്ടു. എന്നാൽ നളന്ദ സർവകലാശാല പുനരുദ്ധരിച്ച ഭരണാധികാരികളിൽ പ്രധാനിയായിരുന്നു പാല രാജാവായ ധർമ്മപാലൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറഞ്ഞ നളന്ദ എന്ന് പറയുന്നത് 5-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ബുദ്ധമത പഠന കേന്ദ്രമായിരുന്നു. അപ്പോൾ അത് പിന്നീട് എന്ത് പറ്റി? അത് പല കാരണങ്ങൾ കൊണ്ടും എന്ത് ചെയ്തു? അത് തകർച്ച അനുഭവിക്കേണ്ടി വന്നു, തകർച്ചയെ നേരിടേണ്ടി വന്നു. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? എന്നാൽ നളന്ദ സർവകലാശാലയെ പുനരുദ്ധരിച്ച, അതായത് വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ഭരണാധികാരിയാണ് പാല രാജാവായ ധർമ്മപാലൻ. ഓക്കെ, നളന്ദയുടെ ചെലവിലേക്കായി അദ്ദേഹം 200 ഗ്രാമങ്ങൾ ദാനം നൽകി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? നളന്ദയിലെ ചെലവിലേക്കായി അദ്ദേഹം 200 ഗ്രാമങ്ങൾ എന്ത് ചെയ്തു? ദാനം നൽകി. മാത്രമല്ല മഗധയിൽ ഗംഗാനദിയുടെ തീരത്ത് കുന്നിൻ മുകളിലായി വിജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്കായി വിക്രമശില സർവകലാശാല സ്ഥാപിച്ചതും അദ്ദേഹമായിരുന്നു. ആരാണ്? ധർമ്മപാലനാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്നത്? വിക്രമശില സർവകലാശാല താഴെ കൊടുത്തേക്കുന്നത്. വിക്രമശില സർവകലാശാല എന്ത് ചെയ്തത്? സ്ഥാപിച്ചത് എവിടെയാണ്? നമ്മുടെ മഗധയിലെ ഗംഗാനദിയുടെ തീരത്ത് കുന്നിൻ മുകളിലായി വിജ്ഞാനത്തിൻ്റെ വളർച്ചയ്ക്കായി വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത് അദ്ദേഹമായിരുന്നു. സി 8-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ കിഴക്കേ ഇന്ത്യ ബംഗാൾ കേന്ദ്രമായി ഭരിച്ച പാലന്മാർ നിരവധി ബുദ്ധ വിഹാരങ്ങൾ നിർമ്മിച്ചു. അപ്പം ഈ കിഴക്കൻ ഇന്ത്യ അഥവാ ബംഗാൾ ഏരിയ ഭരിച്ചിരുന്ന പാലന്മാരാണ് ആ സമയത്ത് ഭരണം നടത്തിയിരുന്നത്. അവർ ഒരുപാട് ബുദ്ധ വിഹാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അതായത് ഈ മഗധയുടെ കാര്യം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. മറ്റേ 16 ജനപദങ്ങളൊക്കെ പറഞ്ഞില്ലേടെ? മൗര്യ സാമ്രാജ്യം, അത് കഴിഞ്ഞിട്ട് മഗധ, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? ആ സെയിം മഗധ തന്നെ ഇത്. ആ മഗധയിൽ ഗംഗാനദിയുടെ തീരത്ത് കുന്നിൻ മുകളിലായിട്ട് ഈ പുള്ളി ആരാണ്? ഈ പറഞ്ഞ വംശത്തിൽപ്പെട്ട പാലന്മാർ എന്ന് പറയുന്ന വംശത്തിൽപ്പെട്ട ധർമ്മപാലൻ ഈ പറയുന്ന എന്തുവാണ്? വിക്രമശില സർവകലാശാല നിർമ്മിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ബുദ്ധ വിഹാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഏത് കാലഘട്ടമാണ്? സി 8 നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം അവിടെ ഉണ്ടോ എന്ന്. 8 മുതൽ 9. ഗംഗാ ഡൈനാസ്റ്റി, പല്ലവ അല്ലേ? ഇതാണ് പാല എംപയർ. ബംഗാൾ ഏരിയ ഉണ്ടോ? ഈ ഭാഗം കാണുന്നുണ്ടോ? ഇതാണ് പാല എംപയർ. ഇവിടാണ് എന്ത് ചെയ്തിരുന്നത്? ഇവർ ഭരണം നടത്തിയിരുന്നത്. ഇവിടാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്? കൂടുതലും എന്താണ് ബുദ്ധവിഹാരങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. 900 വരുന്നു. 900 കഴിഞ്ഞിട്ടും പാല എംപയർ ഉണ്ട് മാറുന്നില്ല. പാല എംപയർ സെയിം അത് തന്നെ നിൽക്കുന്നു. ഒരു കുറേ കൂടെ കഴിഞ്ഞ്, അതായത് ഒരു 1000 കഴിഞ്ഞ് 11-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് പാല എംപയർ ചുരുങ്ങി. സേന എംപയർ എന്ന് പറഞ്ഞ് വേറൊരു എംപയറായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ബാക്കി നോക്കാം. ഇനി അയൽനാടായ ടിബറ്റുമായി അവർ ബന്ധം സ്ഥാപിച്ചു. ആര്? ഈ പറയുന്ന പാലന്മാരായിരിക്കും. ടിബറ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നേ? ഇത് നേപ്പാൾ, ഇത് ടിബറ്റ്. ഓക്കെ,
ഇത് ഭൂട്ടാൻ, ടിബറ്റ്, ചൈന. ബുദ്ധിസം, അതായത് ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ടിബറ്റ്. അപ്പോൾ അയൽനാടായ ടിബറ്റുമായി ഇവർ ബന്ധം സ്ഥാപിച്ചിരുന്നു. ആരാണ്? ഈ പറയുന്ന പാലന്മാരാണ് സ്ഥാപിച്ചിരുന്നു. തൽഫലമായി ടിബറ്റിൽ നിന്ന് നിരവധി ബുദ്ധ മതാനുയായികൾ പഠനത്തിനായി നളന്ദയിലേക്കും വിക്രമശിലയിലേക്കും വന്നിരുന്നു. അപ്പോൾ പഠനത്തിനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നളന്ദയിലേക്കും വിക്രമശിലയിലേക്കും വന്നിട്ടുണ്ട്. ടിബറ്റുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. ആർക്ക്? ഈ പറയുന്ന പാലന്മാരല്ലെങ്കിൽ എന്താണ്, പാലന്മാർ തന്നെ, പാലന്മാരെന്ന് പറയുന്ന ബംഗാൾ ഏരിയയിൽ ഭരണം നടത്തിയിരുന്ന ആൾക്കാർക്ക്. നമ്മൾ തുടങ്ങിയത് ദക്ഷിണേന്ത്യയിലായിരുന്നു. അവിടെ നിന്ന് ആദ്യം ചോളന്മാരുടെ കാര്യം പറഞ്ഞു, പിന്നെ നമ്മൾ ചാലൂക്യന്മാരുടെ കാര്യം പറഞ്ഞു. ഇപ്പം നമ്മൾ എങ്ങോട്ട് പോയി? ബംഗാളിലെത്തി. ഇനി നമ്മൾ എങ്ങോട്ട് പോകും? നമ്മൾ ഡൽഹിയിലോട്ട് പോകും. അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത്, വളഞ്ഞ്. ഓക്കെ, ഇനി അറേബ്യയിലെ ഖലീഫയുമായും തെക്ക് കിഴക്കൻ ഏഷ്യയുമായും പാലന്മാർ ബന്ധം പുലർത്തിയിരുന്നു. ഇവർക്ക് അറേബ്യയായിട്ടും കണക്ഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യയുമായിട്ടും എന്തുണ്ട്? ബന്ധം ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് നിന്നുള്ള വ്യാപാരത്തിലൂടെ പാല രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. അപ്പോൾ ഈ പ്രദേശങ്ങളുമായിട്ട് അവർ എന്ത് ചെയ്തു? വ്യാപാരം നടത്തി, അതുപോലെ സാമ്പത്തിക സ്ഥിതി എന്ത് ചെയ്തു? മെച്ചപ്പെട്ടു. മാത്രമല്ല മലയ, ജാവ, സുമാത്ര എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ശൈലേന്ദ്ര രാജാക്കന്മാർ പാലന്മാരുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളെ അയച്ചിരുന്നു. അതായത് ഈ പറഞ്ഞ മലയ, അതുപോലെ ജാവ, സുമാത്ര എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ശൈലേന്ദ്ര രാജാക്കന്മാർ പാലന്മാരുടെ കൊട്ടാരത്തിലേക്ക് എന്ത് ചെയ്തു? നയതന്ത്ര പ്രതിനിധികളെ അയച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കാര്യം രാജകീയമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാനൊക്കെ ആയിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു പ്രതിനിധികളെയൊക്കെ അയച്ചിട്ടുണ്ട്. ഏതൊക്കെ സ്ഥലത്തു നിന്നാണ്? ജാവ, സുമാത്ര, മലയ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ്. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും വ്യാപനത്തിൻ്റെ കാലഘട്ടമായിരുന്നു പാലന്മാരുടെ ഭരണകാലം. ഓക്കെ, അവരെന്ത് ചെയ്തിട്ടുണ്ട്? ബുദ്ധമതം പ്രചരിപ്പിച്ച ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന പാലന്മാർ. അവർ ഒരുപാട് ബുദ്ധ വിഹാര കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ബംഗാൾ ബേസ് ചെയ്താണ് ഇവർ ഭരണം നടത്തിയിരുന്നത്. ഓക്കെ, പ്രസ്താവനയെ അടിസ്ഥാനപ്പെടുത്തി ഡിജിറ്റൽ പതിപ്പ്. ഓക്കെ, അത് നമുക്ക് ആവശ്യമുള്ള കഥയല്ല. എന്തെങ്കിലും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും വ്യാപനത്തിന് വളരെ സഹായിച്ചത് ഈ പറഞ്ഞ ഇവരുടെ ഈ പാലന്മാരുടെ കാലഘട്ടത്തിലാണ്. ഒരുപാട് ബുദ്ധ വിഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സർവകലാശാലകൾ, നളന്ദ സർവകലാശാല കുറച്ചുകൂടെ എന്താണ് റെഡിയാക്കി എടുത്തു. അത് തകർച്ചയിൽ നിന്ന് തന്നെ കരകയറ്റിയത് ധർമ്മപാലൻ എന്ന് പറയുന്ന പാലരാജാവായിരുന്നു. പിന്നെ അദ്ദേഹം തന്നെ വിക്രമശില എന്ന് പറഞ്ഞൊരു സർവകലാശാല നിർമ്മിക്കുകയും ചെയ്തു. ഇതുപോലെ എന്താണ് ഇതുമൂലം ഒരുപാട് പേരെന്ത് ചെയ്യുന്നു? വന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതായത് ഇന്ത്യയിൽ ടിബറ്റുമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർക്ക് കണക്ഷൻ ഉണ്ടായിരുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് അവിടെ നിന്നും പലതരത്തിൽ ഒരുപാട് ബുദ്ധമത അനുയായികൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠനത്തിനായിട്ട് നളന്ദയിൽ അല്ലെങ്കിൽ നമ്മുടെ വിക്രമശിലയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. വ്യാപാരം മൂലവും ഇതെന്ത് ചെയ്തിട്ടുണ്ട്? സാമ്പത്തിക പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നോക്കട്ടെ വേറെ വല്ല അഡീഷണൽ കണ്ടന്റ് ഉണ്ടോ എന്ന്. ഇതല്ലേ കുറച്ച് മുമ്പ് എഴുതിയത്? ത്രികക്ഷികൾ. ഇതെന്ത് വരുന്നു? അത് നമുക്ക് ഒന്നുകൂടെ വന്നിട്ട് പിന്നെ നോക്കാം. ഓക്കെ, പാലന്മാരുടെ അതേ കാലഘട്ടത്തിൽ CE 8-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗം ഭരിച്ചവരായിരുന്നു പ്രതിഹാരന്മാരെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. എന്താണ്? ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശം. ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ഏത് ഭാഗോടെ? ഇതാണ് ഇന്ത്യ. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് മാപ്പ് വരയ്ക്കുമ്പോൾ എവിടെയാണ്? ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. അപ്പോൾ ഉത്തരേന്ത്യയുടെ ഏത് ഭാഗമാണ്? പടിഞ്ഞാറ് പ്രദേശം എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് പടിഞ്ഞാറ് പ്രദേശം. ഉത്തരേന്ത്യ എന്ന് പറയുമ്പോൾ ഈ ഭാഗം, അതിൻ്റെ പടിഞ്ഞാറൻ പ്രദേശം എന്ന് പറയുമ്പോൾ ഈ ഭാഗം ഭരിച്ചിരുന്നവരായിരുന്നു പ്രതിഹാരകന്മാർ. 10-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം ഗുജറാത്ത് സന്ദർശിച്ച ബാഗ്ദാദ് കാരനായ അൽ മസൂദി പ്രതിഹാര രാജാക്കന്മാരുടെ നേട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. അപ്പം ഈ പറയുന്ന 10-ാം നൂറ്റാണ്ടിൽ ഗുജറാത്ത് സന്ദർശിച്ച ബാഗ്ദാദ് കാരനായ അൽ മസൂദി പ്രതിഹാര രാജാക്കന്മാരുടെ നേട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. അപ്പം ഈ പറഞ്ഞ ഏരിയയാണ് ഈ പറയുന്ന ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ ഗുജറാത്ത്, രാജസ്ഥാൻ, അതുപോലെ അങ്ങോട്ട് മുകളിലോട്ടും വരും. ഇനി ഫോജനായിരുന്നു ശ്രദ്ധേയനായ പ്രതിഹാര ഭരണാധികാരി. അപ്പോൾ ഫോജൻ എന്ന് പറയുന്നത് പ്രതിഹാര ഭരണാധികാരി. പ്രതിഹാര രാജാക്കന്മാരിൽ ശ്രദ്ധേയനായിരുന്നു ഫോജൻ എന്ന് പറയുന്ന രാജാവ്. ഓക്കെ, കലയെയും സാഹിത്യത്തെയും പ്രതിഹാരർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സംസ്കൃത ഭാഷയിലെ കവിയും നാടകകാരനും കാവ്യമീമാംസ, കർപ്പൂര മഞ്ജരി എന്നീ കൃതികളുടെ രചയിതാവുമായ രാജശേഖരൻ പ്രതിഹാരരുടെ കൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ കലയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു ആളായിരുന്നു, അല്ലെങ്കിൽ ആൾക്കാരായിരുന്നു ഈ പറഞ്ഞ പ്രതിഹാരർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രതിഹാരർ എന്ന് പറയുന്നത് കലയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയോ ക്യാൻസൽ. പ്രതിഹാരർ എന്ന് പറയുമ്പോൾ എന്താണ്? കലയെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആൾക്കാരായിരുന്നു. സംസ്കൃത ഭാഷയിലെ കവിയും നാടകകാരനും
കാവ്യമീമാംസ അതുപോലെ കർപ്പൂരമഞ്ജരി എന്നീ കൃതികളുടെ കർത്താവുമായിരുന്ന ആരായിരുന്നു? രാജശേഖരൻ പ്രതിഹാരരുടെ കൊട്ടാരത്തിലാണ് എന്ത് ചെയ്തിരുന്നത്? ജീവിച്ചിരുന്നതെന്നാണ് പറയുന്നത്. ഇനി എന്താ പറ്റിയിരിക്കുന്നത്? ഇന്നത്തെ ഉത്തർപ്രദേശിലെ കനൌജിൽ അവർ മനോഹരമായ നിരവധി ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും നിർമ്മിച്ചു. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ ഈ പറഞ്ഞ സാഹിത്യത്തിൻ്റെ കാര്യമൊന്നും അങ്ങനെ എടുത്ത് പറഞ്ഞതായിട്ട് ഓർമ്മയില്ല. അതായത് ചോളന്മാരുടെ കേസിലും അവർ അമ്പലങ്ങൾ നിർമ്മിക്കുന്ന ക്ഷേത്ര നിർമ്മാണത്തിനാണ് പ്രയോറിറ്റി കൊടുത്തത്. ചാലൂക്യരുടെ കേസിലും അത് തന്നെ. കുറച്ചു മുമ്പ് പറഞ്ഞ മറ്റേ പാലന്മാരുടെ കേസിലും അത് തന്നെ. ഇപ്പോൾ പറഞ്ഞ ഇവരാരാ? പ്രതിഹാരകന്മാരുടെ കേസിലാണ് എന്താണ് ആദ്യമായിട്ട് സാഹിത്യത്തെക്കുറിച്ച് പറയുന്നത്. കലയോടൊപ്പം സാഹിത്യത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. കാവ്യമീമാംസ, കർപ്പൂരമഞ്ജരി എന്നീ കൃതികളുടെ രചയിതാവായിട്ടുള്ള രാജശേഖരൻ പ്രതിഹാരരുടെ കൊട്ടാരത്തിലാണ് എന്ത് ചെയ്തിരുന്നത്? ജീവിച്ചിരുന്നത്. ഇന്നത്തെ ഉത്തർപ്രദേശിലെ കനൌജിൽ അവർ അതിമനോഹരമായ നിരവധി ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും നിർമ്മിച്ചു. 8-9 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ നിന്നും പണ്ഡിതരെ ബാഗ്ദാദിലെ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളായി അയച്ചിരുന്നു. അതായത് എന്താണ്? 8-9 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ നിന്നും പണ്ഡിതരെ ബാഗ്ദാദിലെ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് എന്ത് ചെയ്തു? നയതന്ത്ര പ്രതിനിധികളായിട്ട് അയച്ചിട്ടുണ്ട്. ഇവർ ഇന്ത്യൻ ശാസ്ത്രവും ഗണിതശാസ്ത്രവും അറബി ലോകത്ത് പ്രചരിപ്പിച്ചു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇന്ത്യൻ ശാസ്ത്രത്തെയും ഗണിതശാസ്ത്രത്തെയും അറബി ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് ഹെൽപ്ഫുള്ളായി. ഈ പറഞ്ഞ 8-9 നൂറ്റാണ്ടുകളിലാണ്. ഏത് കാലത്തെ? പ്രതിഹാരകന്മാരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിന്ധിലെ അറബ് ഭരണാധികാരികളുമായി പ്രതിഹാരകർ ശത്രുതയിലായിരുന്നുവെങ്കിലും ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും പണ്ഡിതന്മാരുടെ സഞ്ചാരവും യഥേഷ്ടം ഇന്ത്യക്കും പടിഞ്ഞാറൻ ഏഷ്യയ്ക്കുമിടയിൽ അക്കാലത്ത് നിലനിന്നിരുന്നു. അതായത് ഇവർ തമ്മിൽ പ്രശ്നമാണ്. ആരൊക്കെ? ഈ പറഞ്ഞ സിന്ധിലെ അറബ് ഭരണാധികാരികളുമായിട്ട് പ്രതിഹാരകന്മാർ ശത്രുക്കളായിരുന്നു. പക്ഷേ ആ ഒരു ശത്രുത എന്ന് പറയുന്നത് ഈ പറയുന്ന പണ്ഡിതന്മാരുടെ സഞ്ചാരത്തിനോ അല്ലെങ്കിൽ കച്ചവടത്തിനോ ഒന്നും എതിരല്ല. അപ്പോൾ പണ്ഡിതന്മാരുടെ സഞ്ചാരവും യഥേഷ്ടം എന്ത് ചെയ്യുന്നു? ഇന്ത്യക്കും പടിഞ്ഞാറൻ ഏഷ്യയ്ക്കുമിടയിൽ അക്കാലത്ത് നടന്നിരുന്നു എന്നാണ് പറയുന്നത്. പ്രതിഹാരഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്തുവായിരുന്നു ഇതിൻ്റെ പേര്? തെലിക്ക മന്ദിർ ഗ്വാളിയാർ. ഓക്കെ, തെലിക്ക മന്ദിർ ഗ്വാളിയാർ എന്ന് പറഞ്ഞ ഒരു പിക്ചറാണ് കൊടുത്തേക്കുന്നത്. ഒരു മിനിറ്റ്, ഇതെവിടെ എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യും? ഓക്കെ, നമ്മൾ ഈ ഡൽഹി സൽത്തനത്തിന് മുമ്പ് വരെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കിലോട്ട് പോയി നോക്കട്ടെ. കലാ, സാഹിത്യം എന്നീ രംഗങ്ങളിൽ പ്രതിഹാരന്മാരുടെ നേട്ടം വ്യക്തമാക്കുന്ന ആൽബം. ഇപ്പോഴും ആൽബം ഉണ്ടാക്കാൻ തന്നെ. ഇതെന്ത് വരുന്നത്? ഇത് ചോളന്മാരുടെയും ചാലൂക്യന്മാരുടെയും ഒരു ഇതാണ്. കേന്ദ്രീകൃത ഭരണം ചോളന്മാർക്കുണ്ടായിരുന്നു, ചാലൂക്യന്മാർക്കില്ലായിരുന്നു. സാമന്തവാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. പ്രാദേശിക ഭരണം ഉണ്ടായിരുന്നു, ഇവിടെ ഇല്ല. ക്ഷേത്രങ്ങളുടെ സ്വാധീനം ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്. ഇനി ശ്രീകൃഷ്ണിയുടെ കാര്യം പറഞ്ഞു. നളന്ദ സർവകലാശാലയും വിക്രമശില സർവകലാശാലയും പറ്റി ഒരു അഡീഷണൽ പഠനം എളുപ്പമുണ്ടാകുന്നുണ്ടെന്ന് വായിച്ചിട്ട് പോവേ. നേരത്തെ കണ്ടില്ല, സോറി. 5ാം നൂറ്റാണ്ടിൽ പിൽക്കാല ഗുപ്ത രാജാക്കന്മാരുടെ കാലത്ത് നളന്ദ സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ പിൽക്കാല ഗുപ്ത രാജാക്കന്മാരുടെ കാലത്താണ്, 5ാം നൂറ്റാണ്ടിലാണ്, C5 എന്ത് സ്ഥാപിക്കപ്പെടുന്നത്? നളന്ദ സർവകലാശാല സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാജാക്കന്മാരും ധനികരും ഇതിന് സാമ്പത്തിക സഹായം നൽകിയിരുന്നു. കാലാന്തരത്തിൽ ഇതൊരു അന്താരാഷ്ട്ര ബുദ്ധമത പഠന കേന്ദ്രമായി മാറി. ഹുയാങ് സാങ്, ഇറ്റ്സിങ് തുടങ്ങിയ ചൈനീസ് സഞ്ചാരികളുടെ വിവരണങ്ങളിലും നിരവധി ലിഖിതങ്ങളിലും നളന്ദയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഹുയാങ് സാങ്ങും ഇറ്റ്സിങ് അവരുടെയൊക്കെ ലിഖിതങ്ങളിൽ എന്തുണ്ട്? ഈ പറയുന്ന നളന്ദ എന്ന് പറയുന്ന ബുദ്ധമത പഠന കേന്ദ്രത്തെ പറ്റി വിവരണങ്ങളുണ്ട്. ഇനി ഹുയാങ് സാങ് ഇവിടെ വിദ്യാർത്ഥിയും പിന്നീട് അധ്യാപകനുമായിരുന്നു. അപ്പോൾ ഹുയാങ് സാങ് എന്ന് പറയുന്ന ആള് സഞ്ചാരിയാണ്. അദ്ദേഹം ഇവിടെ വിദ്യാർത്ഥിയായിരുന്നു, പിന്നീട് അവിടെ അധ്യാപകനുമായിരുന്നു. വിവിധ കാലഘട്ടങ്ങളിൽ നിർമ്മിക്കപ്പെട്ട 8ലധികം കോളേജുകൾ ഇവിടെ ഉണ്ട്. 3 വലിയ ഗ്രന്ഥപുരകൾ ഉണ്ടായിരുന്നു. ഇവിടെ അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം 10,000-ഓളം പേർ താമസിച്ചിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇവിടേക്ക് വന്നിരുന്നു. ഈ സർവകലാശാലയുടെ പരിപാലനത്തിനായി നിരവധി പേർ ഭൂമി, നെൽപ്പാടങ്ങൾ, കാലികൾ എന്നിവ ദാനം ചെയ്തു എന്നാണ് പറയുന്നത്. അത്രയും വലിയ ഒരു സർവകലാശാലയായിരുന്നു എന്നാണ് പറയുന്നത്. 8ലധികം കോളേജുകൾ ഇവിടെ ഉണ്ടായിരുന്നു. 3 വലിയ ഗ്രന്ഥപുരകളും ഉണ്ടായിരുന്നു. അതുപോലെ അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം ഒരുപാട് 10,000 പേരെ അവിടെ എന്ത് ചെയ്യാം? താമസിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു വലിയ ഒരു സർവകലാശാലയുടെ പരിപാലനത്തിന് വേണ്ടി നിരവധി പേർ ഭൂമിയും നെൽപ്പാടങ്ങളും കാലികളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ദാനം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി വിക്രമശില സർവകലാശാല എന്താണ് പറയുന്നത്? ബുദ്ധമതത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ പാല രാജാവായിരുന്നു ധർമ്മപാലന്റെ കാലഘട്ടത്തിലാണ് ബുദ്ധമത പഠന കേന്ദ്രമായിട്ടുള്ള വിക്രമശില സ്ഥാപിക്കപ്പെട്ടത്. ഇത് പിൽക്കാലത്ത് ബുദ്ധമത വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മഹത്തായ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറി. ഇതെല്ലാം ബുദ്ധമതം റിലേറ്റഡ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ്. അതായത് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന കേന്ദ്രങ്ങളും സർവകലാശാലകളും അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഓക്കെ,
വിക്രമശിലയിലെ പഠിതാക്കൾക്ക് ധർമ്മപാലൻ സാമ്പത്തിക സഹായം നൽകി. ഇന്നത്തെ ബീഹാറിലാണ് എന്താണ് ബുദ്ധമത വിഹാരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വിക്രമശിലയിലെ പഠിതാക്കൾക്ക് ധർമ്മപാലൻ എന്താണ് സാമ്പത്തിക സഹായവും നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ബീഹാറിലാണ് ഈ പറയുന്ന ബുദ്ധമത വിഹാരം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? കർണാടകയിലെ ഗുൽബർഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മന്യാഖേദ കോട്ടയുടെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് കോട്ട ഫുള്ള് പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഓക്കെ, നൽകിയിട്ടുള്ളത് ഷഹബാദ് ശില എന്ന് ഈ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന ചുണ്ണാമ്പുകല്ല് കൊണ്ടാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന കർണാടകയിലെ ഗുൽബർഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാൽഖേദ് അഥവാ മന്യാഖേദ കോട്ടയുടെ ചിത്രമാണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് ഷഹബാദ് ശില എന്നറിയപ്പെടുന്ന ഏതാണ് ചുണ്ണാമ്പുകല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വളരെ പൗരാണികമായ കോട്ടയാണിതെന്ന് മനസ്സിലാകുന്നത്. പുരാണ കോട്ടയാണിതെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ചുണ്ണാമ്പ് കല്ല് വെച്ചൊക്കെ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ പഴയ കോട്ടയാണെന്ന്. എട്ടാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെ ഡെക്കാനിലും ദക്ഷിണേന്ത്യയിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന രാഷ്ട്രകൂടരാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ രാഷ്ട്രകൂടരുടെ കാര്യം നമ്മൾ ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രകൂടരുടെ കാര്യം നമ്മൾ ഇതിൽ ഈ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ രാഷ്ട്രകൂടരാണ് നമ്മുടെ ചാലൂക്യരെ പരാജയപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞില്ലേ. അവരാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഡെക്കാനിലും ദക്ഷിണേന്ത്യയിലും 8 to 10 വരെ എങ്ങാണ്ടാ ഭരണം നടത്തിയിട്ടുണ്ട്. ഓക്കെ, അവരാണ് എന്ത് നിർമ്മിച്ചത്? ഈ പറയുന്ന മാൽഖേദ് കോട്ട നിർമ്മിച്ചതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഗോവിന്ദൻ III, അമോഘവർഷൻ തുടങ്ങിയവരായിരുന്നു ശ്രദ്ധേയരായ രാഷ്ട്രകൂട ഭരണാധികാരി. ഗോവിന്ദൻ III അതുപോലെ അമോഘവർഷനും എന്ന് പറയുന്നത് രാഷ്ട്രകൂട ഭരണാധികാരികളാണ്. ഓക്കെ, അമോഘവർഷൻ കന്നഡ ഭാഷയിൽ രചിച്ച ശ്രദ്ധേയമായ കൃതിയാണ് കവിരാജമാർഗം എന്ന് പറയുന്നത്. അപ്പോൾ കവിരാജമാർഗം രചിച്ചത് ആരാണ്? ഈ പറയുന്ന അമോഘവർഷൻ. അദ്ദേഹം ഏത് ഭരണാധികാരിയാണ്? രാഷ്ട്രകൂട ഭരണാധികാരാണ്. ഓക്കെ, ഇനി മതസഹിഷ്ണുത പുലർത്തിയിരുന്ന രാഷ്ട്രകൂട ഭരണാധികാരികൾ ശൈവമതത്തോടും വൈഷ്ണവ മതത്തോടുമൊപ്പം ജൈനമതത്തെയും പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ മതസഹിഷ്ണുതയായിരുന്നു. ഏത് മതമാണോ വിശ്വസിക്കുന്നത് അത് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല. അതാണെന്ത്? അതിൽ അവർ ശൈവമതത്തോടും വൈഷ്ണവ മതത്തോടും ഒപ്പം എന്തും പ്രചരിപ്പിച്ചു? ജൈനമതവും പ്രോത്സാഹിപ്പിച്ചു. മുസ്ലിം വ്യാപാരികൾക്ക് വ്യാപാരം നടത്താനും സ്ഥിരവാസത്തിനും വിശ്വാസം പ്രചരിപ്പിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ അവർ ഒരുക്കി. അതാണ് മതസഹിഷ്ണുത എന്ന് പറയുന്നത്. അവരുടെ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് അതിനെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ്? മുസ്ലിം വ്യാപാരികൾക്ക് വ്യാപാരം നടത്താനും കൊടുത്തു, സ്ഥിരവാസത്തിനുള്ള സ്ഥലം കൊടുത്തു, വിശ്വാസം പ്രചരിപ്പിക്കാനുമുള്ള സ്ഥലം അവർ നൽകി. ഓക്കെ, അതിനുള്ള വിശ്വാസം പ്രചരിപ്പിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ അവർ ഒരുക്കി നൽകി എന്നാണ് പറയുന്നത്. ഇത് വിദേശ വ്യാപാരത്തെ എന്ത് ചെയ്തു? ശക്തിപ്പെടുത്തി. രാഷ്ട്രകൂടർ കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചു. അവരുടെ കൊട്ടാരത്തിൽ സംസ്കൃത പണ്ഡിതന്മാർക്ക് പുറമെ മറ്റ് ഭാഷകൾ എഴുതുന്ന സാഹിത്യകാരും ജീവിച്ചിരുന്നു. ആരതാണ്? ഈ പറയുന്ന രാഷ്ട്രകൂടരും സാഹിത്യത്തെ പ്രോത്സാഹിപ്പിച്ച ആൾക്കാരാണ്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ 2 പേരാണ് സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഈ രാഷ്ട്രകൂടരും അനുമ്പ് നേരത്തെ പറഞ്ഞ പ്രതിഹാരകന്മാരുമാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അവരുടെ കൊട്ടാരത്തിൽ എന്താണ്? സംസ്കൃത പണ്ഡിതന്മാരുണ്ടായിരുന്നു. കൂടാതെ എന്താണ്? മറ്റ് ഭാഷകളിൽ നിന്നുള്ള പണ്ഡിതന്മാരും ജീവിച്ചിരുന്നു. എല്ലോറയിലെ കൽവെട്ട് ക്ഷേത്രം നിർമ്മിച്ചത് രാഷ്ട്രകൂടരാണ്. അപ്പോൾ എല്ലോറ കൽവെട്ട് ക്ഷേത്രം എന്ന് പറയുന്നത് ആരതാണ്? ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രകൂടരുടെ സംഭാവനയാണ്. രാഷ്ട്രകൂടരുടെ ഭരണകാലത്ത് സമൂഹം ജാതി അധിഷ്ഠിതമായി കൂടുതൽ വിഭജിക്കപ്പെട്ടു. അപ്പോൾ ജാതിയുടെ പേരിൽ വിഭജനം കൂടുതൽ വന്നത് ഒരു കാലഘട്ടം ആരുടേതായിരുന്നു? ഈ പറയുന്ന രാഷ്ട്രകൂടരുടെ കാലഘട്ടത്തിലായിരുന്നു. ചാതുർവർണ്ണയത്തിന് പുറമെ പലതരം വിവേചനങ്ങളും ഐത്തത്തിനും വിധേയരായ സമൂഹങ്ങളും നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ചാതുർവർണ്ണയം ഉണ്ടായിരുന്നു, അതിൽ കൂടുതൽ വീണ്ടും അതിൻ്റെ ഫർദർ വേറെ കാറ്റഗറിയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐത്യമുള്ള സമൂഹവും എന്ത് ചെയ്തിട്ടുണ്ട്? ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മരപ്പണിക്കാർ, ചെരുപ്പ് നിർമ്മാതാക്കൾ, മീൻപിടുത്തക്കാർ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു. ഐത്യമുള്ളവരാണെന്നാണ് തോന്നുന്നത്. ഈ പറയുന്ന മരപ്പണിക്കാർ, ചെരുപ്പ് നിർമ്മാതാക്കൾ, അതുപോലെ തന്നെ മീൻപിടുത്തക്കാരൊക്കെ എന്താണ്? ഐത്യമുള്ളവരാണ്. സമൂഹത്തിലെ ആധിപത്യ വിഭാഗങ്ങളായ ബ്രാഹ്മണരും ക്ഷത്രിയരും അവരുടെ പദവി നിലനിർത്തി. അത് എല്ലാ കേസിലും അത് തന്നെയാണ്. ബ്രാഹ്മണരും ക്ഷത്രിയർക്കുമാർക്ക് കൂടുതൽ പദവി ഉള്ളത്. ഓക്കെ, അവർ ആ പദവി നിലനിർത്തി. എന്നാൽ വാണിജ്യത്തിന്റെ തകർച്ചയും കൃഷിയുടെ പുരോഗതിയും വൈശ്യരുടെ പദവിക്ക് കോട്ടം വരുത്തുകയും ശൂദ്രരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ എന്താണ്? ഈ പറയുന്ന വാണിജ്യത്തിന്റെ തകർച്ചയും കൃഷിയുടെ പുരോഗതിയും എങ്കിലേക്ക് നയിച്ചു. വൈശ്യരുടെ പദവിക്ക് കോട്ടം വരുത്തുകയും ശൂദ്രരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. സൈന്യത്തിൽ അംഗങ്ങളായതും ശൂദ്രരുടെ പദവി മെച്ചപ്പെടുത്തുന്നതിന് കാരണമായെന്ന് പറയുന്നു. അതായത് ബ്രാഹ്മണർ
പിന്നെന്താണ് ക്ഷത്രിയർ, വൈശ്യർ, അതുപോലെ ശൂദ്രർ എന്നാണ് പറയുന്നത്. ഈ ശൂദ്രർ എന്ന് പറയുന്നതാണ് ഏറ്റവും താഴേക്കിടയിലുള്ളവർ. ഈ വൈശ്യരെന്ന് പറയുമ്പോഴത്തേക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ വാണിജ്യത്തിൻ്റെ തകർച്ച സംഭവിക്കുമ്പോൾ ആര് തകരും? ഈ പറയുന്ന വൈശ്യരുടെ പദവിക്ക് കോട്ടം സംഭവിക്കും. കൃഷി വ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ കർഷകരെന്ന് പറയുന്ന ശൂദ്രരാണ്. അപ്പോൾ അവരുടെ സ്ഥിതി എന്ത് ചെയ്യും? മെച്ചപ്പെടും. സൈന്യത്തിൽ അംഗങ്ങളായതും ശൂദ്രരെ സൈന്യത്തിൽ അംഗങ്ങളാക്കുന്നതും എന്താണ് ഇതിന് കാരണം? അതായത് ഈ ഒരു അവരുടെ സ്ഥിതി മെച്ചപ്പെടാൻ കാരണമായി എന്നാണ് പറയുന്നത്. ഇനി എന്ത് പറഞ്ഞേക്കുന്നത്? കലാ, സാഹിത്യം എന്നീ മേഖലകളിൽ പുരോഗതി കൈവരിച്ചിരുന്നു എങ്കിലും രാഷ്ട്രഭരണകൂട കാലത്തെ സമൂഹത്തിൽ ഒരു സമത്വാധിഷ്ഠിത സമൂഹമായി പരിഗണിക്കാൻ കഴിയുന്നില്ല. കാര്യം എന്താണ്? അവർ ഈ കലയിലെയും സാഹിത്യത്തിൻ്റെയും കേസിൽ എന്താണ് ഈ പറയുന്ന എല്ലാ ജാതിക്കാർക്കും ഒരേപോലെയൊക്കെ കൊടുത്തിട്ട്, പക്ഷേ അവിടെ എന്താണ് ചാതുർവർണ്ണീയ വ്യവസ്ഥയും അയിത്ത വ്യവസ്ഥയും ഒക്കെ നിലനിന്നിരുന്ന ഒരു മീൻസ് ഒരു രാഷ്ട്രം ആയിരുന്നു. അതുകൊണ്ട് അവിടെ എന്തെന്ന് പറയാൻ പറ്റത്തില്ല, സമസ്താധിഷ്ഠിത സമൂഹമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി നമ്മൾ പരിചയപ്പെട്ട 3 രാഷ്ട്രങ്ങളിൽ തമ്മിൽ നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും തങ്ങളുടെ ഭരണപ്രദേശങ്ങളിൽ അവർ സ്ഥായിയായി ഭരണം ഉറപ്പാക്കി. കൃഷിയോടൊപ്പം കലാ, സാഹിത്യം, ക്ഷേത്ര നിർമ്മാണം എന്നിവയും പ്രോത്സാഹിപ്പിച്ചു. ഇവർ ഈ പറഞ്ഞ 3 പേരില്ലേ, അതായത് നമ്മുടെ ആദ്യം പറഞ്ഞ ആരായിരുന്നടേ? അതായത് ഇപ്പം ഈ ത്രികക്ഷികളെന്നും പറഞ്ഞ് തുടങ്ങി നമ്മൾ പറഞ്ഞത് ആരില്ലായിരുന്നു? ആദ്യം പറഞ്ഞത് പാല രാജാക്കന്മാരാണ്. അത് കഴിഞ്ഞിട്ട് ആര് വന്നടേ? പാലന്മാർ കഴിഞ്ഞു. പിന്നെ നമ്മൾ പ്രതിഹാരകന്മാർ വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം രാഷ്ട്രകൂടരുടെ കാര്യമാണ് പറഞ്ഞത്. ഇവർ 3 പേരും കൂടെ തമ്മിൽ തല്ലായിരുന്നെന്നാണ് പറയുന്നത്. ഇവൾ ഈ 3 രാഷ്ട്രങ്ങളും തമ്മിൽ നിരന്തരം എന്തുണ്ടായിരുന്നു? യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. എങ്കിലും അവരുടെ ഭരണത്തിലുള്ള പ്രദേശങ്ങളിലില്ലേ, അവരവിടെ കറക്റ്റായിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഭരണം നടപ്പാക്കിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ കൃഷിയോടൊപ്പം കലാ, സാഹിത്യം, ക്ഷേത്ര നിർമ്മാണം എന്നിവയൊക്കെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു എന്നാണ് പറയുന്നത്. 8ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന പ്രാദേശിക രാജ്യങ്ങളിലെ സ്ഥിതിഗതികളാണ് നമ്മൾ ഇത്രയും നേരം വിലയിരുത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, ബാക്കി വല്ല കണക്ഷൻ ഉണ്ടാകുന്ന വായിച്ചു നോക്കേണ്ടത്. ഈ ത്രികക്ഷി സംഘർഷം എന്താണെന്ന് നോക്കാം. കനൗജ് പിടിച്ചെടുക്കുന്നതിനായി പാലന്മാർ, പ്രതിഹാരകന്മാർ, രാഷ്ട്രകൂടർ എന്നിവർ ചേർന്ന് നടത്തിയ സംഘർഷങ്ങളാണ് ത്രികക്ഷി സംഘർഷങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ 3 പേരും കൂടെ എന്ത് ചെയ്തു? അടി കൂടിക്കൊണ്ടേയിരുന്നു ഈ പറയുന്ന കനൗജ് പിടിച്ചെടുക്കുന്നതിന്. ഓക്കെ, ഇനി വിഭവ സമൃദ്ധവും ഏറെ വാണിജ്യ പ്രാധാന്യമുള്ളതുമായ ഒരു പ്രദേശമായിരുന്നു ഈ പറയുന്ന കനൗജ്. അതുകൊണ്ടാണല്ലോ ഇതിനു വേണ്ടി അടി കിടക്കുന്നത്. വിഭവ സമൃദ്ധവും ഏറെ വാണിജ്യ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു കനൗജ്. ത്രികക്ഷി സംഘർഷങ്ങളിൽ പ്രതിഹാരക രാജാവായ നാഗഭട്ടൻ രണ്ടാമൻ വിജയിക്കുകയും കനൗജിനെ തൻ്റെ രാജ്യത്തോട് കൂടിച്ചേർക്കുകയും ചെയ്തു. അപ്പോൾ ഈ പറയുന്ന സംഘർഷത്തിൽ ആര് ജയിച്ചു? പ്രതിഹാരക രാജാവായ നാഗഭട്ടൻ രണ്ടാമൻ വിജയിക്കുകയും കനൗജിനെ തൻ്റെ രാജ്യത്തോട് ചേർക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതാണ് ത്രികക്ഷി സംഘർഷം. ഓക്കെ, ഇനി എന്താ എഴുതിയിരിക്കുന്നത്? രാജാക്കന്മാര്, ഭരണാധികാരികൾ. പാലന്മാരുടെ രാജാവ് എന്ന് പറയുമ്പോൾ ധർമ്മപാലനായിരുന്നു. പ്രതിഹാരകന്മാർ വരുന്നതാണ് ഭോജ രാജാവ്. രാഷ്ട്രകൂടറിലെ പ്രധാനികളായിരുന്നു ഗോവിന്ദൻ 3 അമോഘവർഷനും. ഓക്കെ, പിന്നെന്തുണ്ട്? ജാതിപരമായിട്ടുള്ള ഇത് നിലനിന്നിരുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ, സംസ്കൃത ഭാഷകൾക്ക് പുറമെ. അതായത് ഈ രാഷ്ട്രകൂടരുടെ പ്രത്യേകതകളാണ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. ഇത് നമ്മളിനി ഡൽഹി സൽത്തനത്തിൻ്റെ കാര്യം പാർട്ട് 2 ആഡ് ചെയ്യും. കാരണം അത് എവിടെയാണ്? ഉത്തരേന്ത്യയുടെ കാര്യമാണ്. ഇച്ചിരി കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ അതിൽ ആഡ് ചെയ്യും. ഓക്കെ, എന്തുവാ ഇതുവരെ പഠിച്ച എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം തുടങ്ങിയത് എവിടെ നിന്നായിരുന്നേ? ഇത് ചോള രാജാക്കന്മാരുടെ ഭരണത്തെ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. ഓക്കെ, ചോളന്മാരുടെ ഭരണം അല്ലെങ്കിൽ അവർ നികുതി പിരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് അവരുടെ നിർമ്മിതികളുടെ കാര്യം പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ അവരുടെ മെയിനായിട്ടുള്ള ഏരിയകൾ എവിടെയൊക്കെയായിരുന്നു? ചോളപുരം, നാഗപട്ടണം, മധുര, കാഞ്ചീപുരം എന്നീ ഏരിയകളിലായിട്ടാണ് ഇവർ ഭരണം നടത്തിയിരുന്നത്. അവിടെ അവർ കൃഷി പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ കൃഷി വേണ്ടതുള്ള ജലസേചന മാർഗ്ഗങ്ങളൊക്കെ നൽകി. അവരുടെ തമിഴകത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണെന്ന് പറഞ്ഞു. പിന്നെ അവർ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ അവർ ജലസേചന സംവിധാനത്തിൽ എന്തൊക്കെ ഏർപ്പെടുത്തി? ഏരിപ്പെട്ടി എന്ന് പറയുന്ന അവരുടെ ഒരു കുളം കണക്ക് കുത്തിയിട്ട് അതെന്ത് ചെയ്യുന്നു? മഴവെള്ളം സംരക്ഷിച്ച് വെച്ചിട്ട് കുളങ്ങളായിട്ട്, അതായത് കൃഷിക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ സാമൂഹ്യ സ്ഥിതിയെ പറ്റിയും പറയുന്നുണ്ട്. അടിമകളായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെന്താണ്? അവർ ആഭ്യന്തര വാണിജ്യം നടത്തിയിരുന്നു. വിദൂര ദേശങ്ങളിലേക്ക് വാണിജ്യം നടത്തിയിരുന്നു. പല സ്ഥലങ്ങളിലോട്ടും, അതായത് ബർമ്മ, മ്യാൻമാർക്ക്, അതുപോലെ എന്താണ് ശ്രീലങ്കയൊക്കെ അവരുടെ ഗ്രൂപ്പിൽ വരുന്നതാണ്. അവരുടെ ഭരണം തന്നെ ആരുടേതായിരുന്നു? ചോളന്മാരുടെ ഭരണമായിരുന്നു. തായ്ലൻഡ്, മലേഷ്യ, സുമാത്ര, ഇന്തോനേഷ്യ എന്നീ പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കച്ചവടം, വാണിജ്യം നടത്തിയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എങ്ങോട്ട് വന്നടേ? തലസ്ഥാനം തഞ്ചാവൂരായിരുന്നു. പിന്നീട് എങ്ങോട്ടാക്കിയടേ? എന്തായിരുന്നു പേര്? ഗംഗൈക്കൊണ്ട ചോളപുരത്തേക്ക് മാറ്റി. ആരായിരുന്നു മാറ്റിയത്? രാജേന്ദ്ര ചോളനാണ്. ഇതിൻ്റെ തലസ്ഥാനം തഞ്ചാവൂരായിരുന്നു. അത് പിന്നീട് എങ്ങോട്ടേക്ക് മാറ്റി? അത് നമ്മൾ എന്താണ് ഗംഗൈക്കൊണ്ട ചോളപുരത്തേക്ക് മാറ്റിയത് ആരായിരുന്നു? നമ്മുടെ
രാജേന്ദ്ര ചോളനായിരുന്നു അല്ലേ, അയാളുടെ പേരതല്ലേ, രാജേന്ദ്ര ചോളനാണ് തലസ്ഥാനം മാറ്റിയത്. അതിനു മുമ്പത്തെ ആള് രാജരാജ ചോളനായിരുന്നു. പിന്നെ ചോള തടാകം എന്നറിയപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലിനെയാണ്. കാരണം ചോളന്മാരുടെ നാവികപ്പടയാൽ ചുറ്റപ്പെട്ട പ്രദേശം എന്നുള്ള മീനിങ്ങിലാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ചോളന്മാരുടെ ഭരണം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. അവർ ഊരുകളും സഭകളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി മണ്ഡലങ്ങൾ, വളനാട്, നാട് എന്നിങ്ങനെയും തിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഊര്, സഭകൾ, അവിടെയുള്ള ഭരണം എങ്ങനെയായിരുന്നു, ബേസിക്കായിട്ട് ബ്രാഹ്മണർക്ക് ഒരു പ്രയോറിറ്റി പറയുന്നുണ്ട്. അങ്ങനെയാണ് പോയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാലൂക്യരി വന്നു. ചാലൂക്യരി എവിടെ ആയിരുന്നു? കർണാടകയിൽ ഇതാണ്, അതായത് 6-ാം നൂറ്റാണ്ട് തൊട്ട് 12-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിലും ഡെക്കാനിലുമായിട്ട് ഭരണം നടത്തിയവരാണ് ചാലൂക്യർ. അവരുടെ ഭരണത്തിൻ്റെ കാര്യം പറഞ്ഞു. അവർ ക്ഷേത്ര നിർമ്മാണം ആണ് മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാറക്കല്ലുകൊണ്ട് ഉണ്ടാക്കിയിരുന്നു, അതായത് ഗുഹാക്ഷേത്രങ്ങൾ ആദ്യം നിർമ്മിച്ചിരുന്നു. പിന്നെ അവർ ഘടനാപരമായിട്ടുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള 2-3 ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് വന്നിട്ട് ഇവരുടെ കൃഷി, കാർഷിക വൃത്തി, അതുപോലെ തന്നെ എന്താണ് വാണിജ്യത്തിൻ്റെ കാര്യമൊക്കെയാണ് പറഞ്ഞത്. നദികളെ ആശ്രയിച്ച്, നമ്മുടെ ഉത്തരേന്ത്യൻ ഉപദ്വീപീയ നദികളെ ആശ്രയിച്ചിട്ടുള്ള കൃഷിയും മിച്ചോൽപാദനവും ഒക്കെ ആയിരുന്നു. അത് ആ ഏരിയ അവരുടെ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥ അല്ലായിരുന്നു. അവരെന്താണ് പലരുമാണ് ഭരണം നടത്തിയിരുന്ന ബ്രാഹ്മണരാണ്, ബേസിക്കായിട്ട് ബ്രാഹ്മണരായിരുന്നു. അത് കേശാസ്ത്രങ്ങളും ബ്രഹ്മദേഹത്തിൻ്റെ അവകാശികളുമായിട്ടുള്ള ബ്രാഹ്മണരും സാമന്തന്മാരും ഒക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നം എന്ത് ചെയ്യും, അതിനകത്ത് വരും. അതുപോലെ ഈ പറഞ്ഞ പ്രദേശങ്ങൾ അഥവാ കേരളം, തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ പറയുന്ന ചാലൂക്യ എംപയർ വികസിച്ച് കിടന്നിരുന്നത്. പിന്നെന്താണ്, അതിൽ മെയിനായിട്ട് പറയുന്ന ആൾ പുലികേശി രണ്ടാമനെയാണ് പ്രധാനമായിട്ട് പറയുന്ന ചാലൂക്യ ഭരണാധികാരിയായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെന്താണ്, ഇവർ ഉപ്പിന്, അത് മറ്റേ ചോളന്മാരാണ്. ഉപ്പിനൊക്കെ നികുതി ഏർപ്പെടുത്തിയിരുന്ന ചോളന്മാരാണ്. പിന്നെ നമ്മൾ സ്ത്രീ കക്ഷികളുടെ കാര്യമാണ് പഠിച്ചത്. ആദ്യം പറഞ്ഞത് ആരായിരുന്നു? പാല രാജാക്കന്മാരുടെ കാര്യമാണ്. ധർമ്മപാലൻ. അവർ ബുദ്ധ വിഹാരങ്ങളെ നിർമ്മിക്കുന്നതിലും അതുപോലെ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവകലാശാലകൾ, നളന്ദ സർവകലാശാല, അതുപോലെ വിക്രമശില സർവകലാശാല ഇവ നിർമ്മിക്കുന്നതിലും മികച്ച പങ്ക് വഹിച്ചത് ആരാണ്? ഈ പറയുന്ന നമ്മുടെ ആരായിരുന്നു? ധർമ്മപാലനാണ്. നളന്ദ സർവകലാശാല നിർമ്മിച്ചതല്ല, അതിൻ്റെ പുനരുദ്ധാരണം നടത്തിയ അദ്ദേഹമാണ്. വിക്രമശില സർവകലാശാല അദ്ദേഹമാണ് നിർമ്മിച്ചത്. പിന്നെ ടിബറ്റുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടായിരുന്നു. വ്യാപാരത്തിന് ഇത് സഹായിച്ചു. പല ദ്വീപുകളുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് പാലന്മാരുടെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രതിഹാരന്മാരുടെ കാര്യത്തിലേക്ക് വന്നു. അവർ ഇതുപോലെ ക്ഷേത്രകലയുടെ കാര്യത്തോടൊപ്പം എന്തും പറയുന്നുണ്ട്, സാഹിത്യത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. കാവ്യമീമാംസ, കർപ്പൂരമഞ്ജരി തുടങ്ങിയ കൃതികളുടെ രചയിതാവായിട്ടുള്ള രാമജശേഖരൻ എന്ന് പറയുന്നത് പ്രതിഹാരകന്മാരുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ആളാണ്. ആദ്യമായിട്ടാണ് ഇതുപോലെ സാഹിത്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റ് നമ്മൾ പറയുന്നത്. പിന്നെന്താണ്, ഇവരുടെ ഇന്ത്യൻ ശാസ്ത്രവും ഗണിതശാസ്ത്രവും ഒക്കെ അറേബ്യൻ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിലും ഈ പറഞ്ഞ പ്രതിഹാരകന്മാർ മുഖ്യ പങ്ക് വഹിച്ചു എന്ന് പറയാം. പിന്നെ അവരുടെ ഒരു മാൽഖേദ് കോട്ട എന്ന് പറഞ്ഞൊരു കോട്ടയുടെ കാര്യം പറയുന്നുണ്ട്. അതെന്താണ്, കർണാടകയിലെങ്ങാണ്ടാണ്. അത് അവിടുത്തെ ഈ പ്രാചീന, അതായത് ചുണ്ണാമ്പ് കല്ലൊക്കെ കൊണ്ട് നിർമ്മിച്ച സംഭവമാണ്. അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, രാഷ്ട്രകൂടന്മാരുടെ കാര്യം പറഞ്ഞാൽ 8 തൊട്ട് 10 വരെയാണ് രാഷ്ട്രകൂടന്മാരുടെ ഭരണം. ഗോവിന്ദൻ മൂന്നും അമോഘവർഷൻ എന്നിവരാണ് പ്രധാനമായിട്ടുള്ള രാഷ്ട്രകൂട ഭരണാധികാരികൾ എന്ന് പറഞ്ഞു. അവരും സാഹിത്യത്തെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പല മതക്കാർക്കും അവിടെ എന്താണ് അവരുടെ ആശയം പ്രചരിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, അവിടെ ജാതി വ്യവസ്ഥ വളരെ പ്രശ്നമായിരുന്നു. ചാതുർവർണ്ണ്യം ഉണ്ടായിരുന്നു. ആയിത്തം നിലനിന്നിരുന്ന ഒരു ഏരിയ ആയിരുന്നു. മറ്റുള്ള കേസുകളെ അപേക്ഷിച്ച് എന്താണ്, ഒരുപാട് ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രകൂടരുടെ ഭരണം നിലനിന്നിരുന്ന ഏരിയകളിൽ. പിന്നെ എന്താണ്, ഇവിടെ കലയും സാഹിത്യമൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പക്ഷേ ഇവർ തമ്മിൽ, ഈ പറഞ്ഞ 3 പേര് തമ്മിൽ ഗ്രൂപ്പ് യുദ്ധങ്ങളായിരുന്നു. കനൗജ് കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ഗ്രൂപ്പ് യുദ്ധങ്ങളായിരുന്നു നടന്നിരുന്നു എന്നാണ് നമ്മൾ എൻഡിൽ പറഞ്ഞു നിർത്തിയത്. എന്താണ്, നാഗഭട്ടൻ രണ്ടാമൻ എന്ന് പറയുന്ന പ്രതിഹാര രാജാവാണ് എന്ത് ചെയ്തത്, ആ യുദ്ധത്തിൽ വിജയിച്ചത്, കനൗജ് കീഴടക്കുന്നതിനുള്ള യുദ്ധത്തിൽ വിജയിച്ചത് എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത് മീ.